നമുക്ക് അല്പസമയം വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ നമ്മുടെ ഫാമിലിയെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ ഇടയാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ പാസ്റ്റേഴ്സിനെയും പേരൻസിനെയും എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കോവിഡ് ലോകത്തിനൊരു വലിയ വെല്ലുവിളി കൊണ്ടുവരുമ്പോൾ തന്നെ ഇതൊരു സാധ്യതയുടെ കാലഘട്ടം കൂടിയായി മാറുകയാണ്. ഒരു വശത്ത് വളരെ ചലഞ്ചസ് ഉണ്ട്, എങ്കിലും വളരെ സാധ്യതയുടെ കാലഘട്ടം കൂടിയാണ്. ഞാൻ ഇംഗ്ലീഷ് ഒരു വാചകം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹ്യൂമൻ ഹിസ്റ്ററി വിൽ റെക്കോർഡ് ദിസ് പീരീഡ് ആസ് എ ടൈം ഓഫ് അൺപാരലൽഡ് സെപ്പറേഷൻ ആൻഡ് ക്രൈസിസ്, ബട്ട് ഓൾസോ of great courage, learning and collaboration. മാനവ ചരിത്രം ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് സമാനതകളില്ലാത്തതായ വേർപിരിയേണ്ട കാലഘട്ടമാണ്. നമ്മുടെ ചർച്ചുമായിട്ട് നമ്മൾ വേർപിരിഞ്ഞു, കുട്ടികളെ സ്കൂളുമായിട്ട് പലയിടങ്ങളും നമുക്ക് വേർപിരിയേണ്ടതായിട്ട് വരും. എന്തിനു പറയുന്നു? ചിലർക്ക് ഉറ്റവരുടെ ഫ്യൂണറൽ സർവീസിൽ പോലും സംബന്ധിക്കുവാൻ കഴിയാതെ അവിടെയും വേർപിരിയേണ്ടതായ സാഹചര്യമുണ്ട്. എങ്കിലും മറുവശത്ത് വളരെ സാധ്യതകൾ പഠനത്തിന്റെയും കണ്ടെത്തലുകളുടെയും നിരീക്ഷണങ്ങളുടെയും സമാനതകളില്ലാത്തതായ വഴിത്തിരിവിന്റെയും കാലഘട്ടമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഫാമിലി ലൈഫ് മീനിങ്ഫുൾ ആക്കി, കുറച്ചും കൂടി മീനിങ്ഫുൾ ആക്കി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് നിങ്ങൾ ഫെയറിൽ കണ്ടതുപോലെ ദി ആർട്ട് ഓഫ് പാരന്റിങ്, രക്ഷകർത്തൃത്വം, അതൊരു കലയാണ്. ആ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഈ പ്ലാറ്റ്ഫോമിലുള്ളതായ എല്ലാവരും ഫാമിലി ലൈഫ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലേക്ക് പ്രവേശിക്കേണ്ടുന്നവരാണ്, മക്കളെ വളർത്തേണ്ടുന്നവരാണ്, വളർത്തുന്നവരാണ്. അപ്പോൾ നാം അറിഞ്ഞിരിക്കുന്നതും നാം ചെയ്യുന്നതും ഒക്കെ ഒന്നുകൂടി ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കി കുറച്ചും കൂടി ഒരു നല്ല ഫാദറായി, ഒരു നല്ല മദറായി, ഒരു നല്ല ഗ്രാൻഡ് ഫാദറായി, ഒരു നല്ല ഗ്രാൻഡ് മദറായി ഒക്കെ നമ്മുടെ ലൈഫിനെ ഒന്ന് മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ ടോക്കിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകത ഉള്ള ദിവസങ്ങൾ വളരെ വർദ്ധിക്കുകയാണ്. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ഫ്രണ്ട്സ് ഡേ, അങ്ങനെ ഡേയുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയാണ്. ഈ കൂട്ടത്തിൽ വളരെ രസാവഹമായ ഒരു ദിവസത്തെ പറ്റി ഞാൻ കേട്ടു. അത് മറ്റൊന്നുമല്ല, ലോക സൈക്കിൾ ദിനം. ജൂൺ മാസം 3-ാം തീയതി ആയിരുന്നു ലോക സൈക്കിൾ ദിനം. അന്ന് ഞാൻ കണ്ടതായ ഒരു സൈക്കിളിന്റെ ഒരു പിക്ചറിൽ ആരും എഴുതിയൊരു ക്യാപ്ഷൻ എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ചു. ആ ക്യാപ്ഷൻ ഇതാണ്: എത്ര ചവിട്ടി താഴ്ത്തിയാലും മുന്നോട്ട് പോകുവാൻ നമ്മെ പഠിപ്പിച്ച ഗുരുവാണ് സൈക്കിൾ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നത്, എത്ര ചവിട്ടി താഴ്ത്തിയാലും വീണ്ടും മുന്നോട്ട് പോകുവാൻ നമ്മെ പഠിപ്പിച്ച ഒരു ഗുരുവാണ് സൈക്കിൾ. ഇന്ന് ഈ വാഹനം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വാഹനം നൽകിയ മെസ്സേജ് ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല. ഇന്ന് ആ മെസ്സേജിന്റെ പ്രസക്തി വളരെ വർദ്ധിക്കുന്നു. നാം മനസ്സിൽ അടിവരയിട്ട് അംഗീകരിക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതുമായ ഒരു സന്ദേശം തന്നെയാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഭാരം ചുമക്കുന്ന ഒരു കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ലോകപ്രശസ്ത ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് ആയ എലിസബത്ത് ഹർലോക്ക് പറയുന്നത് മനുഷ്യൻ 9 പീരീഡിലാണ് കടന്നു, 9 സ്റ്റേജിലൂടെ കടന്നുപോയി. ഒന്നാമത്തെ പീരീഡ് പ്രീ നേറ്റൽ പീരീഡ്, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരു ഘട്ടം. ടെക്നിക്കലി നമ്മൾ അത് കൗണ്ട് ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും അവിടെ ജീവൻ ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇൻഫൻസി, ശൈശവമാണ്. ജനനം മുതൽ 15 ദിവസം വരെയുള്ളതായ സമയമാണ്. പിന്നീട് 15 ദിവസം മുതൽ 2 വർഷം വരെയുള്ളതായ ബേബിഹുഡ്, മൂന്നാമത്തെ കാലഘട്ടം. പിന്നീട് 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളതായ കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്തെ രണ്ടായിട്ട് വിഭജിക്കുവാൻ കഴിയും: ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് ലേറ്റർ ചൈൽഡ്ഹുഡ്. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കൗമാര കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. പ്യൂബർട്ടി എന്നാണ് ആ പീരീഡ് അറിയപ്പെടുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടമാണ് കൗമാര കാലഘട്ടം.
അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം ഒരു സെഷന് ക്രമീകരിച്ച് സൈസാർ അവർക്ക് ക്ലാസ് എടുക്കുന്നത്. അടുത്ത 3 ഘട്ടങ്ങൾ, ഒന്ന് അഡൾട്ട്ഹുഡ്, മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് ഏജ്. നാം എല്ലാവരും ഈ ഒരു 9 സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടവരാണ്. എല്ലാ കാലഘട്ടത്തിനും എല്ലാ സ്റ്റേജിനും ആ സ്റ്റേജിൻ്റെതായ പ്രത്യേകതയുണ്ട്, സാധ്യതയുണ്ട്, വെല്ലുവിളിയുണ്ട്. ഓരോ കാലത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചുമട് വഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കുന്ന ഒരു കാലഘട്ടമാണ് മിഡിൽ ഏജ്, മധ്യകാലഘട്ടം എന്ന് പറയും. അഡൽട്ട്ഹുഡോടുകൂടി അഡൽട്ട്ഹുഡിലും അത് ആരംഭിക്കുകയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യാണ്? അവന്റെ ചുമട് ചുമക്കുവാൻ തുടങ്ങുകയാണ്. ഒരു ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോഴാണ് ഈ ചുമടൊക്കെ ഒന്ന് ഇറക്കി വെക്കുവാൻ കഴിയുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ, കേരളത്തില് ഈ ചുമട് താങ്ങി എന്നും പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടായി. വലിയ ഭാരങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ മറ്റാരുടെയും സഹായം കൂടാതെ തലയിൽ നിന്ന് ഇറക്കി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ആ ചുമടെടുത്ത് ലക്ഷ്യസ്ഥലത്തേക്ക് പോകുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറയുന്നത്, മനുഷ്യന് ഏറ്റവും കൂടുതൽ ചുമട് വഹിക്കുന്ന, ഭാരം വഹിക്കുന്ന ഈ മധ്യകാലഘട്ടത്തിൽ ഒക്കെ ഒരു അഡൽട്ട്ഹുഡ് ആൻഡ് മിഡിൽ ഏജ്, ഈ 2 കാലഘട്ടത്തിലും ഒക്കെ നാം ആ പേരന്റിങ്, നമ്മുടെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, പാഠം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഫാമിലി ലൈഫ് ആരംഭിക്കുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, മക്കൾ ജനിക്കുന്നു, പിന്നെ മക്കളെ വളർത്തുക, അവരൊരു കരയിൽ എത്തിക്കുക, എങ്കിലും വീണ്ടും ആ റെസ്പോൺസിബിലിറ്റി തുടരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കുന്ന ഈ കാലഘട്ടത്തില് ഭാരങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ചക്രം ഒരിക്കലും മുന്നോട്ട് ഉരുളാതെ ഇരിക്കും. ഈ സൈക്കിൾ നൽകുന്ന ആ സന്ദേശം നാം തിരിച്ചറിയണം. എന്താണ്? എത്ര ചവിട്ടി താഴ്ത്തിയാലും മുന്നോട്ട് പോകുവാൻ നമ്മെ പഠിപ്പിച്ച ഒരു ഗുരുവാണ്. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിന്റെ സമ്മർദ്ദങ്ങള്, രക്ഷകർത്താക്കൾ എന്ന നിലയില്, ഗ്രാൻഡ് പേരൻസ് എന്ന നിലയില് മക്കളെ വളർത്തുന്നതിൻ്റെതായ വെല്ലുവിളികള്, അതിന്റെ സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും മുന്നോട്ട് പോകുവാനുള്ളതായ ഒരു സമർപ്പണത്തിന് നമുക്ക് കഴിയും. നമുക്കറിയാമല്ലോ, ഒരു സൈക്കിൾ ചവിട്ടുമ്പോഴേ ഒരു 2-3 പേരെ ലോഡ് കൂടിയാലും ചവിട്ടുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ ചക്രം മുന്നോട്ട് ഉരുണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ചുമട് വർദ്ധിക്കട്ടെ, ഭാരങ്ങൾ വർദ്ധിക്കട്ടെ, നാം ചവിട്ടുവാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ എന്റെ ഓർമ്മയിൽ വരുന്നു. ഇങ്ങനെയാണ്: നാം പറക്കണം. പറക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. ഓടുവാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കണം. ഇനി നടക്കുവാനും കഴിയുന്നില്ലെങ്കിലും നാം എന്ത് ചെയ്യണം? ഇഴയണം. എങ്ങനെയായിരുന്നാലും ലക്ഷ്യം അതായിരിക്കണം നമ്മുടെ മുൻപിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തില് ആ വലിയ ഭാരം ചുമന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ, സമാനതകളില്ലാത്തതായ ഒരു വലിയ വെല്ലുവിളി നാം മാത്രമല്ല ലോകം മുഴുവനും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സാഹചര്യത്തില് പണ്ടൊക്കെ ഈ ഫാമിലി സെമിനാറിന് ആളുകൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് വന്നവരാണ്, തിരികെ വീട്ടിലേക്ക് പോകുന്നവരാണ്, നമ്മുടെ ആയുസിന്റെ ഒരു വലിയ സമയം വീട്ടില് ചിലവഴിക്കുന്നവരാണ് എന്നത് പറയേണ്ടുന്ന കാര്യമില്ല. വെബിനാറിൽ നമ്മളെല്ലാം വീട്ടിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്നവരാണ്. ഇന്ന് കൂടുതൽ സമയം നമ്മുടെ ഭവനങ്ങളിൽ തന്നെയാണ് നമ്മൾ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് സ്റ്റഡീസ് ഒക്കെ വളരെ വെളിപ്പെടുത്തുന്ന കാര്യം, ഫാമിലി വലിയ ചലഞ്ചസ് നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒരു വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മക്കളെ വളർത്തുന്ന പേരന്റിങ്ങിന് ഒരു വെല്ലുവിളി ഉണ്ട്. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു മക്കളുടെ വിദ്യാഭ്യാസമാണെങ്കിൽ അവർക്കൊരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരുടെ സ്കൂള് മിസ്സാകുന്നു, ടീച്ചേഴ്സ് മിസ്സാകുന്നു, ഫ്രണ്ട്സ് മിസ്സാകുന്നു, +2, +1, 10th ഒക്കെ ഒന്ന് അടിച്ചു പൊളിക്കേണ്ടുന്ന കാലഘട്ടമാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം മിസ്സാകുകയാണ്. ആ മിസ്സിങ്ങിൽ വാസ്തവത്തില് ശരിയായിട്ട് ആ മിസ്സിങ്ങുകളെ ഫില്ല് ചെയ്യേണ്ടുന്നവരും അതിനെ അഡ്രസ് ചെയ്യേണ്ടുന്നവരുമാണ് പേരൻസ്, മുതിർന്നവർ എന്നുള്ള സത്യം നാം ഒരിക്കലും മറന്നുപോകും. ഈ ഒരു പശ്ചാത്തലം നിന്നുകൊണ്ടായിരിക്കണം
പേരന്റിങ് എന്ന വിഷയത്തെ നാം കാണണം. ഞാനിവിടെ തീർച്ചയായിട്ടും UAUPFന്റെ ഈ ഒരു സംരംഭത്തെ ഞാൻ അഭിനന്ദിക്കുന്നത്. കാരണം വളരെ കാലിക പ്രസക്തമായ കാലോചിതമായ ഒരു വിഷയം തെരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ തുടരട്ടെ. ഒരിക്കലും സ്കൂളില് പ്രിൻസിപ്പൾ ഇങ്ങനെ അനൗൺസ് ചെയ്തു, ഇനി ഞാൻ പേരന്റിങ് എന്ന വിഷയത്തെ മാത്രമാണ് ഫോക്കസ് ചെയ്തു പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നാം അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഓർപ്പിച്ചുണർത്തുക മാത്രമാണ് എന്റെ ലക്ഷ്യം. ഒരിക്കൽ പ്രിൻസിപ്പൾ ഇങ്ങനെയാണ് അനൗൺസ് ചെയ്തത്, നാളെ പേരന്റിങ്ങിന്റെ ക്ലാസ് ഉണ്ട്. വീണ്ടും അദ്ദേഹം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു, എല്ലാ അമ്മമാരും ആ ക്ലാസ് സംബന്ധിക്കാൻ വരണം. നിങ്ങൾക്ക് ആ സെന്റൻസിന്റെ പൊരുത്തക്കേട് മനസ്സിലായി കാണും. എന്താണ് പറഞ്ഞത്? പേരന്റിങ്ങിന്റെ ക്ലാസ്. ആരെയാണ് ക്ഷണിച്ചത്? അമ്മമാര്. അപ്പോൾ അമ്മമാർ വരികയാണെങ്കിൽ പേരന്റിങ്ങിന്റെ ക്ലാസ് ആണ്? ഒരിക്കലും അല്ല. ആ ക്ലാസ്സിന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അങ്ങനെ വാക്കുണ്ടെങ്കിൽ മദറിങ് എന്ന് വേണമെങ്കിൽ. ഇനി അച്ഛന്മാരെ മാത്രം വിളിക്കുകയാണെങ്കിലോ അതിന് വേണമെങ്കിൽ അങ്ങനെ പേരുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെ വാക്കുണ്ടെങ്കിൽ ഫാദറിങ് എന്നുള്ള. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രക്ഷാകർതൃത്വം പേരന്റിങ് എന്ന വിഷയം ഒരാളിൽ മാത്രം നിഷിദ്ധമായ കർത്തവ്യമല്ല, കടമയല്ല, ധർമ്മമല്ല. ആ വിഷയത്തിലേക്ക് രണ്ടുപേർക്കും, പിതാവിനും മാതാവിനും നിർണായകമായ പങ്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കാം, രക്ഷ നൽകുന്ന കർത്താവാണ് വാസ്തവത്തിൽ രക്ഷകർത്താവ്. നമ്മളെ രക്ഷിച്ച കർത്താവിനെ നമുക്കറിയാം. പക്ഷെ ഭൂമിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മാത്രമല്ല, അവർക്ക് രക്ഷ നൽകുന്ന കർത്താവാണ് രക്ഷകർത്താവ് എന്ന് പറയുന്നത്. ഇവിടെ പേരൻസിന് ഒരു ഉത്തരവാദിത്വം. വിവാഹം കഴിച്ചു കഴിയുമ്പോൾ നാം ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുക. നമ്മുടെ പേരന്റിങ് അല്ലെങ്കിൽ രക്ഷാകർതൃത്വത്തിൽ നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ, ജീവൻ നൽകുന്നവർ മാത്രമല്ല, ജീവിതവും നൽകുവാൻ എല്ലാ മാതാപിതാക്കളും കടപ്പെട്ടവരാണ്. വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരുണ്ട്, ഓൺ ചെയ്യാത്തവരുണ്ട്. എല്ലാവരോടുമായി ഞാൻ പറയട്ടെ, ഞാനൊരു ഫാദർ എന്ന നിലയിൽ ഞാൻ എന്നോട് തന്നെ കൂടെ പറയട്ടെ, നമുക്കെല്ലാവർക്കും ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ജീവൻ നൽകുന്നവർ മാത്രമായിട്ടല്ല, ജീവിതം കൊടുക്കുവാൻ നമുക്കൊരു വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ആ കുഞ്ഞിന് ജീവിതം നൽകുവാനുള്ളതായ ഉത്തരവാദിത്വത്തിലേക്ക് ജീവൻ നൽകിയ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പിതാവും മാതാവും പ്രവേശിക്കുക. ഇങ്ങനെ അതിനെ തിയോളജിക്കലായിട്ട് ഡിഫൈൻ ചെയ്യുവാൻ കഴിയും. രക്ഷകർതൃത്വം അതൊരു നിയമനമാണ്, ഒരായുസ് സമർപ്പിക്കേണ്ടതായ ഒരു നിയമനം. വിവാഹത്തെക്കുറിച്ച് നമുക്കറിയാം, വിവാഹത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്, ശരിയായ ഒരു ബൈബിൾ അടിത്തറയുണ്ട്. അതുപോലെ പേരന്റിങ്ങിനും ഒരു ശരിയായ ബൈബിൾ അടിത്തറയുണ്ട്. വിവാഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, വിവാഹം ഒരു കോൺട്രാക്ട് അല്ല, ഇറ്റ്സ് എ കവനന്റ്, ഒരു ഉടമ്പടിയാണ്. അപ്പോൾ വിവാഹിതർ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ആ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന, കുടുംബത്തിൽ ഉണ്ടാകുന്നവരാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് ആ ഉടമ്പടിയുടെ ഭാഗമാണ്, ആ ദൈവിക നിയമനത്തിന്റെ ഭാഗമാണ്, ആ ദൈവിക നിയോഗത്തിന്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ പേരൻസും ഇപ്പോൾ ഓർക്കണം, ഒരു ഫാദർ ആൻഡ് മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ നിയർ ഡെസിഗ്നേഷൻ ടു സെലിബ്രേറ്റ്. അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുവാനുള്ളതായ ഒരു ഡെസിഗ്നേഷൻ മാത്രമല്ല, അതിനകത്ത് നമുക്ക് വി ക്യാൻ ടേക്ക് പ്രൈഡ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിലപ്പുറമായിട്ട് ദാറ്റ് ഡിമാൻഡ്സ് സർട്ടൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓൾസോ സാക്രിഫൈസ്. ഈ ഉത്തരവാദിത്വം നമുക്ക്, ഈ ഒരു നിയമനം, ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഒരു ത്യാഗപരമായ ജീവിതത്തിലുള്ളതായ ക്ഷണക്കത്താണ് ഇത് നമുക്ക് നൽകുന്നത്. ഈ ക്ഷണക്കത്ത് നമ്മൾ സ്വീകരിക്കണം. എങ്ങനെ? ഹൃദയപൂർവ്വം നാം സ്വീകരിക്കുകയും അതിനുശേഷം അതിനോട് വളരെ ബുദ്ധിപൂർവം ആത്മാർത്ഥതയോടെ നാം പ്രതികരിക്കുകയും ചെയ്യണം. ഞാൻ ആ ഭാഗത്തേക്ക് മനഃശാസ്ത്രപരമായ വിഷയങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുൻപായിട്ട് ഒരു ദൈവിക ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ബൈബിളിലെ ഒരു ചിന്ത, രണ്ട് ചിന്തകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടരുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, നമ്മുടെ ഫാമിലി,
ഒക്കെ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പേരന്റിങ്ങിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ദൈവത്തെ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരിക്കലും ഇറക്കി വിടരുത്. ഓക്കെ, ഒരിക്കലും ഇറക്കണം. നമ്മൾ ബസ്സിലൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ആട് കൂടിയതിന്റെ പേര് ഇറക്കി വിടാറുണ്ട്, പലയിടത്തും ഇറക്കി വിടുന്ന പരിപാടിയുണ്ട്. പക്ഷെ ദൈവത്തെ ഒരിക്കലും കുടുംബ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരിക്കലും ദൈവത്തെ ഇറക്കി വിടരുത്. ബൈബിളിൽ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. പഴയ നിയമത്തിന്റെ ഒരു വാക്യമാണ്, എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം. അതിങ്ങനെയാണ്: യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്, എന്നെ പകയ്ക്കുന്നവർ പിതാക്കന്മാരുടെ അകർത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. എന്നാൽ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. ആ വാക്യത്തെ ഞാൻ ഇങ്ങനെ എന്റെ അന്തസ്സത്തെ എല്ലാം ഒറ്റ വാക്കിൽ ക്രോഡീകരിക്കുകയാണ്. പ്രിയരെ, വിവിധ ഡിനോമിനേഷൻ നമ്മൾ നിൽക്കുന്നവരായിരിക്കും. ഇവിടെ നിങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത് UPF ആയിട്ട് മാറുകയാണ്. ഞാൻ പറയട്ടെ, നാം ദൈവത്തിന്റെ പക്ഷത്ത് എത്തുന്നവരായിരിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ മതം ദൈവത്തിന്റെ പക്ഷം എന്നുള്ളതായിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ പക്ഷം ചേരുന്നവരുടെ തലമുറകളുടെ പക്ഷം ചേരുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ആ വാക്യത്തെ ഞാൻ വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശരിയായ തെരഞ്ഞെടുപ്പിലൂടെയും നമ്മുടെ തലമുറകൾക്ക് സംരക്ഷണത്തിന്റെ കുട നാം നിവർത്തുകയാണ്. അങ്ങനെയാണ് പിന്നീട് അവർ ഏത് രാജ്യത്ത് പഠിക്കാൻ പോയാലും ഏത് സ്റ്റേറ്റിൽ പോയാലും നാം വളരെ വളരെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സത്യസന്ധതയിൽ ജീവിച്ച നമുക്ക് നമ്മുടെ തലമുറകൾക്കുള്ളതായ കരുതൽ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് യോബിന്റെ ജീവിതം അറിയാമല്ലോ, പെട്ടെന്ന് മനസ്സിൽ വരുന്നു. യോബെങ്കില് 10 മക്കൾ ഒരുമിച്ച് കൂടി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഏത് അപ്പന്റെ ഹൃദയമാണ് സന്തോഷിക്കാത്തത്? വാസ്തവത്തിൽ യോബിന്റെ ഹൃദയം വളരെ സന്തോഷിച്ചു കാണും. പക്ഷെ സന്തോഷത്തിനപ്പുറം ഹൃദയം ഒന്ന് പിടച്ചു. എന്താണെന്ന് അറിയാമോ? ഇവരുടെ സെലിബ്രേഷൻ മോഡ് ക്ലൈമാക്സ് ആകുമ്പോൾ ദൈവം ഇവർക്ക് അധികം പറ്റാകുമോ? ഇവർ ദൈവത്തിൽ നിന്നും വ്യതിചലിക്കുമോ? ദൈവം ഇവർക്ക് മിസ്സാകുമോ? ആ മിസ്സിങ് വലിയതാകുമെന്ന് ഭക്തനായ മനുഷ്യൻ തിരിച്ചറിഞ്ഞ് ആ 10 മക്കൾക്ക് വേണ്ടിയും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന നല്ലൊരു അപ്പനെയാണ് പഴയ നിയമത്തിലെ കാണുന്നത്. അതുകൊണ്ടാണ് യാക്കോബിനെ നമ്മൾ വായിക്കുന്നത്. ഇവരുടെയൊക്കെ ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാണ് അറിയാമോ? നമുക്കൊരു ബുദ്ധി ഉപദേശത്തിനാണ്, നമുക്കൊരു ദൃഷ്ടാന്തത്തിനാണ്. കാരണം ഏറ്റവും നാം പേടിക്കേണ്ടത് നമ്മുടെ പരാജയങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ വിജയങ്ങളെയാണ്. നമ്മുടെ മക്കളുടെ വിജയങ്ങളെയൊക്കെ നാം ഒരു പരിധി വരെ ഭയപ്പെടണം. കാരണം വിജയത്തിന്റെ ക്ലൈമാക്സിൽ ജീവിതം A+ ആകുമ്പോൾ ദൈവം അവർക്ക് 0 ആകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് പേരൻസ്, മക്കൾ വളരുമ്പോൾ നാം വിറയ്ക്കണം, നാം ഭയപ്പെടണം. അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തകരുവാൻ തയ്യാറാകണം. എപ്പോഴാണെന്ന് അറിയാമോ നാം ചെയ്യാറുള്ളത്? ക്രൈസിസിൽ മാത്രമാണ്, അഡ്മിഷന്റെ സമയത്ത് മാത്രമാണ്, വിവാഹത്തിന്റെ സമയത്ത് മാത്രമാണ്. അതിന് ഞാൻ കൊടുക്കുന്നു. അതൊരു നല്ല ആത്മീയത മാത്രമല്ല, ഒരു വില കുറഞ്ഞ ആത്മീയതയായിരിക്കും. പക്ഷെ അതിലപ്പുറമായിട്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. ഇനിയും രണ്ടാമതായിട്ട് പേരൻസിനോട് ഞാൻ പറയട്ടെ, തലമുറയ്ക്ക് പ്ലെയിനായിട്ട് ഞാൻ പറയണം, തലമുറയ്ക്ക് ദോഷം വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വെച്ചുകെട്ടുണ്ടാക്കുന്ന ഒന്നിലും നാം ഇടപെടരുത്. അതിനൊരു വ്യാഖ്യാനത്തിന് ആവശ്യമില്ല. നമ്മുടെ മക്കൾക്ക് വെച്ചുകെട്ടുണ്ടാക്കുന്ന, അവർക്ക് ദോഷം വരുന്ന ഒന്നിലും ഇടപെടരുത്. ഇവിടെ ഞാൻ ഒരു ഗവേഷകന്റെ കണ്ടെത്തൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒരു റിസർച്ച് നടത്തി. തന്റെ ബാല്യകാലം മുതൽ വാർദ്ധക്യകാലം വരെയുള്ളതായ സമയത്ത് നടത്തിയ റിസർച്ച്. ഞാൻ എന്റെ റിസർച്ചിന് 5 വർഷമാണ് എടുത്തത്. ഓക്കെ. പക്ഷെ ദാവീദ് തന്റെ റിസർച്ചിന് ഒരാഴ്ച എടുത്തു. ഒരാഴ്ച കൂടെ റിസർച്ച് ചെയ്ത് ആരുടെ ലൈഫിലാണെന്ന് അറിയാമോ? സ്റ്റഡി ഗ്രൂപ്പ് നീതിമാന്മാരായിരുന്നു. അവരുടെ ലൈഫ് കണ്ടെത്തി. തനിക്ക് അറിയാവുന്ന എല്ലാ നീതിമാന്മാരെയും കണ്ടെത്തി അനലൈസ് ചെയ്തു. ഹീസ് കമ്മിങ് വിത്ത് എ കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷനുമായിട്ട് വരികയാണ്. ആ കൺക്ലൂഷൻ നമുക്കറിയാം, ബൈഹാർട്ടാണ്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയരെ, നീതിയോടെ പേരൻസ് നാം ദൈവത്തെ സേവിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം നിത്യതയിലേക്കുള്ളതായ പ്രവേശനം
യഥാർത്ഥത്തിൽ സാധ്യമാക്കുകയാണെന്ന സത്യം ഒരിക്കലും മറക്കരുത്. പോയിന്റ് നമ്പർ 3. Parents are the visible expressions of the invisible God. ഓക്കെ, ഞാൻ ബൈബിളിൽ നിന്നും പതുക്കെ അല്പം പ്രായോഗികമായ ചിന്തകളിൽ കൂടി ഞാൻ വരികയാണ്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രതിഫലനമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നമ്മൾ ആരായിട്ട് മാറുകയാണ്? ഒരു എഡ്യൂക്കേറ്ററായിട്ട് മാറുകയാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും മാത്രമല്ല, പേരൻസ് വീട്ടിലെ എഡ്യൂക്കേറ്ററായിട്ട് മാറുകയാണ്. കാരണം ഈ വാക്കിങ്ങനെയാണ് പറയുന്നത്, അദൃശ്യനായ ദൈവത്തെ ദൃശ്യമായി പ്രതിഫലിപ്പിക്കുന്നവരാണ് ആര്? മാതാപിതാക്കൾ. ഓക്കെ, അപ്പോൾ ദൈവവുമായിട്ട് മാതാപിതാക്കൾ നല്ല നിലയിൽ കണക്ട് ചെയ്യപ്പെട്ട് ജീവിതം റീചാർജ് ചെയ്യപ്പെടുമ്പോൾ നമ്മിലൂടെ ഒഴുകി കുടുംബത്തിലൂടെ നമ്മിൽ നിറഞ്ഞ് കുടുംബത്തിലൂടെ ഒഴുകുന്ന ചില ദൈവിക സ്വഭാവങ്ങൾ ഉണ്ടായി. ആ ദൈവിക സ്വഭാവങ്ങൾ നമ്മിൽ നിറയണം. നമ്മിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ കുടുംബത്തിലൂടെ ഒഴുകയുള്ളൂ. ഒഴുകണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്യന്തിക യാഥാർത്ഥ്യമായ ദൈവവുമായി 100% ബന്ധം നമുക്കുണ്ടായിരിക്കണം. കണക്ട് ചെയ്യണം, റീചാർജ് ചെയ്യണം. ഞാൻ അങ്ങനെ റീചാർജ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപിലേക്ക് ഓടിച്ചു കൊണ്ടുവരും. അത് മറ്റാരുമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു ഉപമയിലെ കഥാപാത്രമാണ്. നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പേര് മുടിയൻ പുത്രൻ എന്നാണ്. വാസ്തവത്തിൽ ആ പേര് നമ്മൾ മാറ്റണം. കാരണം ആ ഉപമ വായിച്ചു കഴിഞ്ഞാല് ഈ മകനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അപ്പനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യമെങ്കിലും അധികമായി അപ്പനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ആ പേര് മാറ്റുകയാണ്, സ്നേഹനിധിയായ പിതാവിന്റെ ഉപമ. ഈ ഉപമ വ്യാഖ്യാനിക്കുക വളരെ ദുഷ്കരമാണ്. കാരണം ഉപമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചതായിരിക്കാം, സംഭവിക്കുവാൻ സാധ്യതയുള്ളതായിരിക്കാം. യേശു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. അതുകൊണ്ട് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് എൻ്റെ ഓഡിയൻസ് മനസ്സിലാക്കണം. അതുകൊണ്ട് ഭൂമിയിലെ കഥയെടുത്ത് അതിലൂടെ സ്വർഗീയ അർത്ഥം തിരികെ കയറ്റി യേശു പഠിപ്പിക്കുകയായിരുന്നു. മർക്കോസിൽ വായിക്കുന്നു, ഉപമ കൂടാതെ അവൻ അവരോട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ ഉപമ സംഭവിച്ച ഒരു സംഭവമായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പിതാവ് സ്വർഗസ്ഥനായ പിതാവിന്റെ റെപ്രസെന്റേറ്റീവാണ്. ഈ പിതാവിൽ നല്ല ചില അനേക ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് സ്നേഹം, 2 ക്ഷമ, 3 വീണ്ടെടുപ്പ്. ഓക്കെ, ശ്രദ്ധിക്കണമേ. വീതം നശിപ്പിച്ച ഇളയ മകൻ, വീട്ടുമുതൽ നശിപ്പിച്ച ഇളയ മകൻ, തറവാടിന്റെ മേൽ കരിവാരി തേച്ച് ഇളയ മകൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ സ്നേഹത്തിന്റെ ഹസ്തദാനം കൊടുത്ത് ക്ഷമ നൽകി അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരപ്പൻ വാസ്തവത്തിൽ കുടുംബം പണിയുകയാണ്. എന്തായിരുന്നു ഈ അപ്പന്റെ ശക്തമായ ആയുധം എന്ന് പറയുന്നത്? സ്നേഹം, ക്ഷമ, വീണ്ടെടുപ്പ്. ഇനിയും തന്റെ മൂത്തമാരെ നോക്കുക. ആ മകൻ വീട്ടിൽ കയറാതെ പരിഭവം പറഞ്ഞ് പടിക്ക് പുറത്തു നിൽക്കുകയാണ്. ഇനിയും പരിഭവം പറഞ്ഞ് പടിക്ക് പുറത്തു നിൽക്കുന്ന മകനെ അനുരഞ്ജനത്തിന്റെ വടിയിലൂടെ അകത്ത് കയറ്റി ഈ 2 മക്കളെയും കോർക്കിണക്കി 2 തട്ടിലാക്കാതെ ചേർത്ത് നിർത്തുന്ന അപ്പനല്ലേ യഥാർത്ഥ അപ്പൻ? അങ്ങനെയെങ്കിൽ അപ്പന്റെ ദൗത്യം, അമ്മയുടെ ദൗത്യം എന്ന് പറയുന്നത് മക്കളെ പല തട്ടിലാക്കിയല്ല, ഡിവൈഡ് ആൻഡ് റൂൾ അല്ല, മറിച്ച് അവരെ ചേർത്ത് നിർത്തുവാൻ, അവരെ ഒരുമിച്ച് നിർത്തുവാൻ നല്ല ഒരപ്പന്, ഒരു നല്ല അമ്മയ്ക്ക് കഴിയണം. എപ്പോൾ കഴിയുമെന്ന് അറിയാമോ? ആത്യന്തിക യാഥാർത്ഥ്യമായ ദൈവമായിട്ട് നാം കണക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മിലൂടെ ആ സ്വഭാവം പ്രകടമാകുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കണം. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാതെ ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധ ബുദ്ധിയാൽ എന്ത് ചെയ്യാണ്? നമ്മൾ പലപ്പോഴും നിയമത്തിന്റെ സമീപനത്തിൽ വീട്ടിൽ നിൽക്കാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പലപ്പോഴും പേരൻസായ നമ്മൾ നമ്മുടെ മക്കളോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിലും വളരെ ശക്തമായ ഒരു ടൂൾ എന്ന് പറയുന്നത്, എപ്പോഴെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾ കാണുന്നത്. ഒരു ബിഷപ്പ് പറഞ്ഞതായ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഒരിക്കലും തൻ്റെ പിതാവ്, തൻ്റെ ചെറിയ പ്രായത്തിൽ ഒരിക്കലും തൻ്റെ പിതാവ് ഒരു
ഒരു ദൈവിക ശുശ്രൂഷക്കാരനായിരുന്നു. ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും അതേ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും രാവിലെ സമയം 5 മണിയെ കഴിയുന്ന സമയത്ത് വായിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പിതാവിനെ കണ്ടിട്ടുണ്ട്. പിന്നീട് പ്രാർത്ഥിക്കാൻ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. ചിലരുടെയൊക്കെ സാക്ഷ്യം നാം കേട്ടില്ലയോ? അവരുടെ ഉറക്കത്തിൽ അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീർ അവരുടെ ശരീരത്തിൽ വീണിട്ടുണ്ട്. പിന്നീട് അവരോട് പ്രാർത്ഥിക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പഴയ കാലങ്ങളെ പരിമിതികളിൽ മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം വീണ ശരീരത്തിൽ വീണ കുഞ്ഞുങ്ങളുണ്ട്. അതൊക്കെ അല്ലായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ഊർജമായി മാറിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പരിമിതികളും നമ്മുടെ കണ്ണുനീരും ഒക്കെയും നമ്മുടെ മക്കളെ വളർത്തുന്ന ഊർജത്തിന്റെ സ്രോതസ്സുകളാണെന്ന് ഈ പുരോഗമനത്തിന്റെ കാലത്തും നാം ഒരിക്കലും മറന്നു പോകല്ല. ആ ഒരു വലിയ മറവി നമുക്കുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ളതായ കോവിഡ് പോലെയുള്ളതായ വലിയ വെല്ലുവിളികൾ നമ്മുടെ മുൻപിൽ സംഭവിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവിക നിശ്ചയമുണ്ട്. യാഥാർത്ഥ്യങ്ങളിലേക്ക്, വേദപുസ്തക സത്യങ്ങളിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നടന്നു ചെല്ലുവാൻ, തിരിഞ്ഞു വരുവാൻ, ഒരു യൂട്ടേണിനായിട്ട് ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയും. ഒക്കെ നോക്കുക, ഈ പിതാവ് സ്നേഹം കൊണ്ട് മക്കളെ ആ ഭവനത്തെ സ്വീകരിക്കുക. മറ്റൊരു കാര്യത്തെ മനസ്സിലാക്കണം. തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ ഒരു ചൂരൽ കഷായം നടത്തുമെന്ന് മകൻ അറിയാമായിരുന്നെങ്കിൽ മകൻ ഒരിക്കലും റിട്ടേൺ നടത്തുകയില്ലായിരുന്നു. അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച്, അപ്പന്റെ സമീപനത്തെ കുറിച്ചും ഈ മകന്റെ മനസ്സിൽ നല്ല സ്ക്രിപ്റ്റ് എഴുതപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ജീവിതം നഷ്ടങ്ങളുടെ കൂമ്പാരത്തിന് മുൻപിലെത്തിയാൽ വീട്ടിൽ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും, ഒരു സ്വീകരണം ഉണ്ടാകുമെന്ന് ഈ മകന് തിരിച്ചറിഞ്ഞ് വീട്ടിലേക്ക് വരുവാൻ തയ്യാറായി. ഇവിടെ ഞാനിത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് മാത്രമല്ല, യഥാർത്ഥ സ്നേഹത്തില് തിരുത്തലുകളുണ്ട്, യഥാർത്ഥ സ്നേഹത്തില് കറക്ഷൻസ് ഉണ്ട്. സ്നേഹം എന്നുള്ളത് ഒരു വൈഡർ അംബ്രല്ലയാണ്. ഓക്കെ, അതിന്റെ ഒരു ഭാഗമാണ് ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിനിൽ പണിഷ്മെന്റ് ഉണ്ട്. പക്ഷെ പണിഷ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, ഓക്കെ, ഇത് അവർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ശിക്ഷകളായിരിക്കും ഏറ്റവും നല്ലത്. ആ ശിക്ഷകളാണ് തീർച്ചയായിട്ടും അനുഗ്രഹമായിട്ട് മാറും. ഓക്കെ, ഇനി ഇടയ്ക്ക് ഉപമയിലേക്ക് നമുക്ക് വരാം. മറ്റൊരു ഭാഗം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നാം തന്നെ ഒരു നല്ല നിക്ഷേപമായിട്ട് മാറും. പലപ്പോഴും നമുക്ക് പേരൻസ് നമ്മൾ വ്യഗ്രത കാണിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇതൊക്കെ പല കാര്യങ്ങൾ പറയുമെങ്കിൽ തന്നെയും നമ്മൾ അവർക്ക് വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവാൻ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ വളരെ ഭാരപ്പെടാറുണ്ട്, അധ്വാനിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, പേരൻസ് നാം അവർക്ക് വേണ്ടി നിക്ഷേപിക്കുന്നവരായിട്ട് മാത്രമല്ല, മറിച്ച് നാം തന്നെ അവർക്കൊരു നിക്ഷേപമായി മാറണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ക്വാളിറ്റി ഉള്ളതായിരിക്കും, നമ്മുടെ ജീവിതം മഹത്വമുള്ളതായിരിക്കും. ഇവിടെ പേരൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഓപ്പണായിട്ട് പറയുവാൻ കഴിയും, ഇത്രമേ ഉള്ളൂ. വളരെ ധൈര്യമായിട്ട് അപ്പൻ എന്ന നിക്ഷേപപാത്രത്തെ കുറിച്ച്, അമ്മ എന്ന നിക്ഷേപപാത്രത്തെ കുറിച്ച് ധൈര്യമായി മറ്റുള്ളവർക്ക് തുറന്നു വെക്കുവാൻ, തുറന്നു കാണിക്കുവാൻ നമ്മുടെ മക്കൾക്ക് ധാർമ്മിക ബലം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ധാർമ്മിക ബലം ഉണ്ടായിരിക്കണം. എന്താണ് ആവശ്യം എന്നറിയാമോ? നാം അവർക്ക് നിക്ഷേപിക്കുന്നവരായിട്ട് മാത്രമല്ല, നാം തന്നെ ഒരു നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയുള്ള ലൈഫ്, ഒരു മഹത്വമുള്ള ജീവിതമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റണം. അതിന് നാം ഒരു വലിയ വില കൊടുക്കണം. വില കൊടുക്കുന്ന വഴിയിൽ മാത്രമേ നമുക്ക് ഒരിക്കലും വിലയേറിയത് നേടുവാൻ കഴിയുള്ളൂ. ഇതെന്റെ അമ്മ, ഇതെന്റെ അപ്പൻ എന്ന് പറയുന്നതിൽ നമ്മുടെ മക്കൾക്ക് ആവേശമുണ്ടാകണം, നമ്മുടെ മക്കൾക്ക് അഭിമാനം ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇത് ആവശ്യപ്പെടുന്നത് ത്യാഗപരമായ ഒരു ജീവിതത്തെയാണ്, സമർപ്പിതമായ ഒരു ജീവിതത്തെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ പുറംകവർ ലോകം കാണും, പക്ഷേ പുറംകവറും ഉള്ളടക്കവും കവർ പേജും കണ്ടന്റും ഒരുപോലെ കാണുകയും ശരിയായി വായിക്കപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു ഇടമെന്ന് പറയുന്നത് കുടുംബമാണ്, ഭവനമാണ്. അവിടെ മാസ്ക് വിലപ്പോകുകയില്ല. ഓക്കെ, അവിടെ അകത്താളുകൾ അവർ കാണുകയാണ്. അവിടെയാണ് ഒരു മോഡൽ ലൈഫായി, ഒരു മാതൃകാപരമായ ജീവിതത്തിന് ഉടമയായിട്ട് നാം മാറേണ്ടത്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാൻ
നിങ്ങളുമായിട്ട് കൈമാറുവാൻ ഉദ്ദേശിച്ച ഒരു ആശയം ഇതാണ്: സമർപ്പിതമായ, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ, ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം. നമ്മുടെ മോഡൽ ക്രൈസ്റ്റ് ആണ്. നമ്മുടെ പ്രമാണം വിശുദ്ധ വേദപുസ്തകം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകട്ടെ. ഈ ഉപമയുമായിട്ടൊന്ന് കമ്പയർ ചെയ്താണ് പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ആ സ്നേഹനിധിയായ പിതാവിന്റെ ഉപമയില് 2 മക്കളാണുള്ളത്. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ധാരാളം മക്കളുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഉപമ ഒരുപക്ഷെ ഇന്നത്തെ നൂറ്റാണ്ടിന് വേണ്ടി കർത്താവ് പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഈ കാലത്തിന് വേണ്ടി കർത്താവ് പറഞ്ഞതാണോ? എന്നാൽ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഒക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണ്. ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ജോയിന്റ് ഫാമിലി സിസ്റ്റം മാറുന്നെങ്കിലും ഫങ്ഷണൽ ജോയിന്റ് ഫാമിലി ഇപ്പോഴും ഉണ്ട്. ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും ജോയിന്റ് ഫാമിലി കാണും. പക്ഷെ ജോയിന്റ് ഫാമിലി സിസ്റ്റം കുറഞ്ഞു വരുന്നെങ്കിലും ഇന്ന് ഫങ്ഷണൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുടുംബസ്ഥരാണെങ്കിലും നമ്മുടെ വീട്ടുകാരൊക്കെ കൺസൾട്ട് ചെയ്യും, ഇല്ലേ? അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ആശയവിനിമയം നടത്തും. കാരണം ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരമാണ്. ഒരു വെസ്റ്റിലെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ആ കുടുംബ സംസ്കാരത്തിന് അതിൻ്റെതായ പ്രാധാന്യം തന്നെയുണ്ട്. അത് നമ്മൾ നിൽക്കട്ടെ. ഓക്കെ. അപ്പോൾ ഈ കുടുംബത്തില് 2 മക്കളാണ് ഉള്ളത്. ഈ 2 മക്കൾ ആൺമക്കളാണ്. അത് ആരുടെ തീരുമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ആണെങ്കിൽ ഇത് 2 പെൺമക്കളായിരുന്നെങ്കിൽ ആര് പ്രതിക്കൂട്ടിലാകുമായിരുന്നു? അമ്മ പ്രതിക്കൂട്ടിലാകുമായിരുന്നു, അല്ലെ? 4 പെൺമക്കളാണെങ്കിൽ ആരെ പ്രതിസ്ഥാനം നിർത്തും? അമ്മയെ പ്രതിസ്ഥാനം നിർത്തുന്ന ഒരു സമീപനം പണ്ട് നമ്മുടെ കാലങ്ങളുണ്ടായി. നമുക്കറിയാം, പുരുഷനുള്ളത് XY ക്രോമസോമാണ്, സ്ത്രീയിലുള്ളത് XX ക്രോമസോമാണ്. അപ്പോൾ പുരുഷനിലെ X ക്രോമസോമും സ്ത്രീയിലെ X ക്രോമസോമും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന കുട്ടി എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ 4 or 5 പെൺമക്കളാണെങ്കിൽ അതിന് ഒരിക്കലും അമ്മയെ പ്രതിക്കൂട്ടി നിർത്തുവാൻ കഴിയില്ല. കാരണം ഒരാൺകുട്ടി ഉണ്ടാകുന്ന Y ക്രോമസോം അമ്മയിലില്ല, സ്ത്രീയിലില്ല. അമ്മയിലുള്ളത് XX ക്രോമസോമും മാത്രമാണ്. ഇനിയും പുരുഷനിലെ Y ക്രോമസോമും സ്ത്രീയിലെ Xും കൂടി ചേരുമ്പോഴാണ് ആൺകുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് പുരുഷന്മാരെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ കഴിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആ പ്രോസസ്സിൽ 2 പേര് സംബന്ധിക്കുന്നെങ്കിൽ തന്നെയും ഏത് ക്രോമസോമിനോടൊപ്പം ചേരണമെന്ന് തീരുമാനിക്കുന്നത് ആ പ്രോസസ്സിൽ പങ്കെടുക്കുന്നവരല്ല, മറിച്ച് അത് അവരുടെ കൺട്രോളിന് അതീതമാണ്. എന്ന് വെച്ചാൽ അത് ദൈവ നിശ്ചയമാണ്. ഞാൻ ഇത് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒന്ന് സന്ദേശം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എത്ര ശക്തനായ മനുഷ്യനാണെങ്കിലും, ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും, ഏത് ക്രോമസോമിനോടൊപ്പം ചേരണം തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ പേരൻസും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ആ കുഞ്ഞിന്റെ ജെൻഡർ നിർണയത്തിൽ, ലിംഗ നിർണയത്തിൽ നമുക്ക് സ്ഥാനമില്ലായിരുന്നു. അത് ദൈവ നിശ്ചയമായിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് പലയിടങ്ങളിലും പരിമിതികളുണ്ടെങ്കിലും നമ്മുടെ പരിമിതികൾക്ക് അതീതമായിട്ട് അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ കരുതലും അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവിക ഇടപെടലും ഉണ്ടെന്നുള്ള ഒരു ആധ്യാത്മിക സത്യം കൂടി പേരൻസ് നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് ജെൻഡർ ഡിസൈൻ ചെയ്യുവാനുള്ള കാര്യത്തിൽ മാത്രമല്ല, അവരുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഇൻ ടേംസ് ഓഫ് കോഴ്സ്, ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം, ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലായിരിക്കാം. എനിക്ക് 2 മക്കളാണുള്ളത്. മകൻ +2 കഴിഞ്ഞ വർഷം തന്നെ. അപ്പൊ അവന്റെ ഒരു കോഴ്സിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ്, ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്. ഞാൻ വിഷയം ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മനസ്സിലേക്ക് നൽകിയതായ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്തതായ പല മേഖലകളിലും നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്ന എല്ലാ പേരൻസിനോടും ഞാൻ പറയട്ടെ. നമ്മൾക്ക് അപ്രാപ്യമാണെങ്കിലും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു.
അവനെ ചരിത്രത്തെ നിയന്ത്രിക്കുവാൻ ആ ദൈവത്തിന് കഴിയും. ഇനിയും ഇവിടെ 2 ആൺമക്കളാണുള്ളത്. ഇവിടെ മനസ്സിലാക്കി, പണ്ട് ഒരു മനുഷ്യനോട് ഒരാൾ ചോദിച്ചു എത്ര മക്കളാണ്? അപ്പൊ അദ്ദേഹത്തിന് 5 മക്കൾ ഉണ്ടായിരുന്നു. 3 പെൺമക്കളും 2 ആൺമക്കളുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എനിക്ക് 3 ചെലവും 2 വരവുമാണ്. പെൺമക്കളെ അദ്ദേഹം എന്തായിട്ട് കണ്ടു? ചെലവായിട്ട് കണ്ടു. ആൺമക്കളെ വരവായിട്ട് കണ്ടു. പേരെ നമ്മുടെ അടിസ്ഥാനം ബൈബിളാണ്. എന്താണ് ബൈബിൾ പറയുന്നത്? ആൺമക്കൾ യഹോവ നൽകുന്ന അവകാശം എന്ന് ഒരിക്കലും ബൈബിൾ പറയുന്നില്ല. ആൺമക്കളെയും പെൺമക്കളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബൈബിൾ പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. അങ്ങനെയെങ്കിൽ രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന പ്രിയരെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം ആൺമകനെ തന്നിട്ടുണ്ടെങ്കിൽ, പെൺമകളെ തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. ഓക്കെ, അത് ദൈവം നിങ്ങൾക്ക് നൽകിയ അവകാശമാണ്. അവർക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതുവാൻ ദൈവം എല്ലായ്പ്പോഴും അവരോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകല്ലേ. അപ്പോൾ നമുക്ക് ഇടപെടുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഇടപെടുന്ന സർവശക്തനായ ഒരു ദൈവം. ഇനിയും ആ മക്കളുടെ വളർച്ചയിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായ ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. 2 തരത്തിലുള്ള പേരന്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കണം. 1 ആധികാരികമായ പേരന്റിങ്, 2 സ്വേച്ഛാധികാരമായ പേരന്റിങ്. ഇംഗ്ലീഷിൽ പറയാൻ കുറച്ചും കൂടി മനസ്സിലാകും. 1 അതോറിറ്റീവ് പേരന്റിങ്, സെക്കൻഡ് ഈസ് അതോറിറ്റേറിയൻ പേരന്റിങ്. ഇത് രണ്ടും രണ്ടാണ്. ഇത് കഴിയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മൾ ഏത് തരത്തിലുള്ള പേരന്റിങ് ആണ് ഉപയോഗിക്കുന്നത്? അതോ ഇത് രണ്ടോട് ചേർത്താണ്? 1 അതോറിറ്റീവ് പേരന്റിങ്, 2 അതോറിറ്റേറിയൻ പേരന്റിങ്. ആധികാരികമായ പേരന്റിങ്ങും സ്വേച്ഛാധികാരമായ പേരന്റിങ്. ഇനി ഈ രണ്ടാമത്തെ നമുക്ക് ആദ്യം ചിന്തിക്കാം. സ്വേച്ഛാധികാരമായ പേരന്റിങ് എന്ന് വെച്ചാൽ അതോറിറ്റേറിയൻ പേരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പേരന്റിങ്ങിന്റെ പ്രത്യേകത അവിടെയെല്ലാം നമ്മൾ അടിച്ചേൽപ്പിക്കുക. നമ്മൾ അവിടെ മക്കൾക്ക് ഇമ്പാർട്ട് ചെയ്യുകയല്ല, മറിച്ച് ഇമ്പോസ് ചെയ്യുകയാണ്. ഇമ്പാർട്ടിങ്ങും ഇമ്പോസിങ്ങും രണ്ടും രണ്ടാണ്. 1 ഇമ്പാർട്ട് ചെയ്യുകയല്ല, മറിച്ച് ഇമ്പോസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഒരു ആശയം എനിക്കുണ്ട്. പലപ്പോഴും പല പേരൻസും മക്കൾക്ക് വേണ്ടി തിരക്കഥ എഴുതുകയാണ്, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ അവരുടെ ചിന്താഗതി ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? വളരണം. ഓക്കെ, ആ തിരക്കഥ അനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? ചലിക്കണമെന്ന നിർബന്ധം ശാഠ്യം പിടിക്കുന്നതായ ചില പേരൻസ് ഉണ്ട്. അതിനൊരു പ്രത്യേകത, അവരൊരു പ്രത്യേകത പറയുന്നത്, ഒരിക്കലും മക്കളുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ വിഷയങ്ങളെ കാണാൻ കഴിയാതെ. ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്. അവർ ഭയങ്കര കാശുകാരായിരിക്കാം, വലിയ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കാം, പക്ഷെ പലപ്പോഴും മക്കളുടെ സ്ഥാനത്ത് നിന്ന് എന്ന് വെച്ചാൽ മക്കളുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അവരുടെ കണ്ണുകളിലൂടെ അവരുടെ വിഷയങ്ങളെ കാണുവാൻ കഴിയാതെ. നമ്മള് ഏത് ബന്ധത്തിലാണെങ്കിലും, ഭർത്തൃ ഭാര്യ ബന്ധത്തിലാണെങ്കിലും, പേരൻസിനും മക്കളോടുള്ള ബന്ധത്തിലാണെങ്കിലും, മറ്റുള്ളവരുടെ കണ്ണിലൂടെ അവരുടെ വിഷയങ്ങളെ കാണുവാൻ കഴിഞ്ഞാൽ ബന്ധങ്ങൾ ദൃഢമാകും. നമുക്ക് അവരിലേക്ക് ഇറങ്ങി ചെല്ലുവാനും കഴിയും. ഈ മോഡലിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. അതോറിറ്റേറിയൻ പേരന്റിങ്ങിന്റെ പ്രത്യേകത, ഞാനാണ് രാജാവ്, നീ ആരാണ്? നീ പ്രജയാണ് എന്ന് പറഞ്ഞാൽ രാജാവാകും പറഞ്ഞില്ലെങ്കിലും ഉള്ളിലിരിപ്പതാണ്. ഞാൻ രാജാവാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇനിയും നീ എന്താണ് കേൾക്കേണ്ടത് അതുപോലും ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഞാനാണ്. അപ്പൊ അങ്ങനെയെങ്കിലും എന്നറിയാമോ, അവർക്ക് എന്ത് കേൾക്കണം എന്ത് കേൾക്കണ്ട എന്ന് പോലും ശാഠ്യം പിടിക്കുന്ന, നിർബന്ധം പിടിക്കുന്ന എല്ലാവരും അല്ല, കുറച്ച് പേരൻസ് എങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയില്ല എന്ന് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ വളരെ ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ആ കാര്യം പറയുന്നത്. ഇനിയും ഇതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഇതാണ്, അവർക്ക് പറയുവാൻ എന്ന് വെച്ചാൽ മക്കൾക്ക് പറയുവാൻ ഇടമില്ലെങ്കിൽ ആരെങ്കിലും പറയുമോ? കാരണം അവർക്ക് പറയാനും ഇടമില്ല. ഇനിയും അവർക്ക് പറയാനും ഇടം കൊടുക്കത്തുമില്ല. ഇനി അവർക്ക് പറയാൻ ഇടം കൊടുത്താൽ വേറെ കാര്യം നമ്മൾ കേൾക്കാൻ എന്ത് ചെയ്തില്ല, നമ്മൾ ഇടം കൊടുക്കത്തില്ല. നമ്മൾ കേൾക്കാൻ ഇടം കൊടുക്കത്തില്ല.
അപ്പൊ അങ്ങനെയുള്ള വീടുകളിൽ കേൾക്കുന്ന ചില ശബ്ദമുണ്ട്. അതെന്താണ് അറിയാമോ? ഈ വീട്ടിൽ എന്നെ കേൾക്കാൻ ആരുമില്ല. ചിലപ്പോൾ അത് ഹസ്ബൻഡ് ആയിരിക്കാൻ പറയുന്നത്, ചിലപ്പോൾ വൈഫായിരിക്കാൻ പറയുന്നത്, ചിലപ്പോൾ മക്കളായിരിക്കാൻ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അവരങ്ങനെ ഉച്ചത്തിൽ പറയുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ഒരിക്കലും അറിയാതെ പോകല്ല. അവർ പറയുന്ന വാക്കുകൾക്കിടയിലെ വരികൾ നാം വായിക്കാതെ പോകല്ല. ചിലപ്പോൾ പല പ്രാവശ്യം പറഞ്ഞ് അവർ നിശബ്ദരായിരിക്കും, ഒന്ന് ശ്രദ്ധിക്കാതിരിക്കും. പക്ഷെ ആ നിശബ്ദത പോലും കൈമാറുന്ന ശക്തമേറിയ ശബ്ദമുണ്ട്. കാരണം നിശബ്ദത ആശയവിനിമയ ലോകത്തിലെ വലിയ ശബ്ദമാണ്. യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കാണുവാൻ കഴിയും. യേശുക്രിസ്തു ജനങ്ങളുടെ പിറുപിറുപ്പിന് വലിയ ശബ്ദമില്ലല്ലോ. യേശുക്രിസ്തു ആ പിറുപിറുപ്പ് കേട്ടിട്ട് അവരോട് പ്രതികരിക്കുന്നു. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ചില പിറുപിറുപ്പ് ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ നിശബ്ദത ഉണ്ടാകുമ്പോൾ, ആ നിശബ്ദതയും പിറുപിറുപ്പും ഒക്കെ കൈമാറുന്ന ആ ശബ്ദത്തെ കുറിച്ച് കേൾക്കുവാൻ പ്രിയരെ നമുക്ക് കഴിയണം. അപ്പോൾ ഇവിടെ കേൾക്കുവാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ അവര് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് ഒരു രക്ഷകർത്താവ്, ഒരു ഹസ്ബൻഡ്, ഒരു വൈഫ് മനസ്സിലാക്കി രണ്ട് കാതുകളും അവരുടെ വേദനകൾ കേൾക്കുവാൻ നാം എന്ത് ചെയ്യണം? തുറന്നു കൊടുക്കണം. അപ്പോൾ വീടിന്റെ പ്രത്യേകത എന്താണ്? വന്ന് കയറി കിടക്കാൻ ഇടം മാത്രമല്ല, മറിച്ച് പറയുന്നത് കേൾക്കുവാനുള്ളതായ ഒരു ഇടവും കൂടിയാണ് വീടെന്ന് പറയുന്നത്. ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഒരു അതോറിറ്റേറിയൻ പേരന്റിങ്, സ്വേച്ഛാധികാരമായ രക്ഷകർത്തൃത്വത്തിൽ പിടിച്ചടക്കുവാനുള്ള നിർബന്ധം നൽകുമ്പോൾ, രണ്ടാമത്തത് ആധികാരികമായ പേരന്റിങ്, അതോറിറ്റേറ്റീവ് പേരന്റിങ്ങിൽ എന്താണ് അറിയാമോ? പേരന്റിങ് നടത്തുന്നത് അവർക്ക് വഴി പറഞ്ഞു, മക്കൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ആധികാരികമായ പേരന്റിങ് എന്ന് പറയുന്നത് വഴി പറഞ്ഞു കൊടുക്കുവാനുള്ള സമർപ്പണം നൽകുക. നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുക. ആ വഴി അവർക്ക് അനുയോജ്യമെങ്കിൽ അവർ സ്വീകരിക്കും. ഇനി അവർ തിരഞ്ഞെടുക്കുന്ന തെറ്റായ വഴിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈ കെട്ടി നോക്കി നിൽക്കുകയല്ല, നമ്മൾ അവിടെ കയറി ഇടപെടും. മോനെ, ഈ വഴിയിലൂടെ പോയാൽ ശരിയാകത്തില്ല, മോളെ ഈ വഴിയിലൂടെ പോയാൽ ശരിയാകത്തില്ല. നീ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന് എത്ര നാൾ ജോലി സാധ്യത ഉണ്ടെന്ന് നോക്കണം. എന്താ, നമുക്കൊരു കരിയർ തുര്യനെ കണ്ടാൽ എന്താ? അല്ലെങ്കിൽ നീ പ്രണയിച്ച ഒരു പെണ്ണുമായിട്ട് വരും, നീ ഒരു പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ടു. ഓക്കെ, നീ പറയുന്നതിന് പേരില്ല, മറിച്ച് നമുക്ക് അന്വേഷിക്കാം, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആധികാരികമായ പേരന്റിങ് എന്ന് പറയുന്നത് മക്കൾ കൊണ്ടുവരുന്ന മെമ്മോറാണ്ടത്തിന് അറ്റസ്റ്റേഷൻ കൊടുക്കുന്നതല്ല, അതിന് ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നതല്ല, മറിച്ച് അവരോടൊപ്പം സഞ്ചരിക്കുന്നതാണ്, അവരോടൊപ്പം സെർച്ച് ചെയ്യുന്നതാണ്. ആ യാത്രയിൽ അവരുടെ സെർച്ച്, അന്വേഷണം തെറ്റായിട്ടുള്ളതാണെങ്കിൽ അവർക്ക് മനസ്സിലാകും, ഞാൻ സെർച്ച് ചെയ്ത തൊഴിൽ, ഞാൻ സെർച്ച് ചെയ്തായ എൻ്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ചിന്തിച്ച ആ വ്യക്തി ഇതൊന്നും പറ്റുന്നതല്ലെന്ന് എന്ത് ചെയ്യാണ്? നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല, ഒരുമിച്ച് ഉള്ളതായ യാത്രയിലൂടെ എന്ത് ചെയ്യാണ്? നമ്മുടെ ആരോഗ്യപരവും ബുദ്ധിപരവുമായ ഇടപെടലിലൂടെ എന്ത് ചെയ്യാണ്? മക്കൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ നമ്മളെ മക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അറിയാമോ? അവരെ നമുക്ക് തിരിച്ചറിവിലേക്ക് നടത്തുവാൻ പറ്റും. ഞാനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞേക്കും. ഇപ്പൊ നമ്മുടെ മക്കള് 100-ല് സാധാരണ നോക്കിയിട്ടുള്ള ഉദാഹരണമായി 100-ൽ 99 മാർക്കുമായിട്ട് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? അഭിനന്ദിക്കും. പക്ഷെ അവിടെയും വളരെ മസിൽ പിടിക്കുന്ന ചില പേരൻസ് ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്. അവർ ചോദിക്കും, എന്തി മോനെ അല്ലെ എന്തി മോളെ ആ ഒരു മാർക്ക്. അപ്പൊ ന്യായമായ ഒരു ചോദ്യം ഉണ്ടായി, ഒരു മാർക്ക് ചോദിക്കുന്നത് തെറ്റുണ്ട്. കാരണം നമ്മളിന്ന് ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡില് 100% കിട്ടിയാലും ബുദ്ധിമുട്ടാണ്. ഒരു മാർക്ക് സെർച്ച് ചോദിക്കുന്നത് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ചോദിക്കുന്ന രീതി മാറ്റണം. എന്തിയുടെ ഒരു മാർക്ക്, എന്തിയുടെ ഒരു മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമോ? ആ കൊച്ചു മനസ്സ് തീരുമാനിക്കും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് രാത്രികളെ പകലാക്കി അധ്വാനിച്ച് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിനെ ഒന്ന് കേൾക്കാൻ, ഇതിനെ ഒന്ന് അംഗീകരിക്കാൻ, മോനെ വെൽ ഡൺ എന്ന് പറയാൻ എന്റെ പപ്പ തയ്യാറായി, കുട്ടി തയ്യാറായി. ന്യായമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ആ കുഞ്ഞ്, ആ മകൻ, ആ മകള് വീണ്ടും ഒരു അധ്വാനത്തിന് തയ്യാറാകുമോ? അവന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ചിലരെങ്കിലും എന്ത് ചെയ്യും? നന്നായി അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് കാണിച്ചു കൊടുക്കും. ഇത്രയും നേടിയിട്ട് എന്ത് ചെയ്യുക? അംഗീകരിക്കുന്നില്ല. കാരണം എല്ലാ മനുഷ്യനും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രോക്ക്, ഉത്തേജനം, അഭിനന്ദനം. അത് മനുഷ്യന്റെ ഒരു വലിയ ബേസിക് നീഡ് തന്നെയാണ്. ഓക്കെ, ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുക. പിന്നീട് നമുക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയും? അപ്പൊ തന്നെ നമുക്ക് ഒരു മാർക്കിനെ കുറിച്ച് അറിയണം. നമ്മുടെ ചോദ്യത്തിന്റെ രീതി മാറ്റിയാൽ മതി. നാം എങ്ങനെ ചോദിക്കണം? മോനെ,
ഞാൻ പ്രതീക്ഷിച്ചത് നീ 100 മാർക്ക് വാങ്ങിക്കുമെന്നാണ്. അതിനാണ് നിനക്ക് എല്ലാ കോച്ചിങ്ങും തന്നത്. ഓക്കെ, നീ അതിന് മിടുക്കനാണ്. പക്ഷേ എവിടെയോ ഒരു മാർക്ക് നഷ്ടമാണ്. നിന്റെ ആൻസർ പേപ്പർ കൊണ്ടുവന്നു, നമുക്ക് നോക്കാം. മോനെ കൊണ്ട് ആൻസർ പേപ്പർ എടുപ്പിക്കുന്നു. മോൻ അന്വേഷിക്കുന്നു. മോനോടൊപ്പം എന്ത് ചെയ്യുന്നു? ഈ അപ്പന് യാത്ര ചെയ്യാണ്. അപ്പൊ തെറ്റുകാരനായിട്ട് ആരെ ആക്കുന്നില്ല? മോനെ ആക്കുന്നില്ല, മോളെ ആക്കുന്നില്ല. തെറ്റ് കണ്ടുപിടിക്കുവാൻ മകൻ യാത്ര ചെയ്യുന്നു, മകൾ യാത്ര ചെയ്യുന്നു. ആ യാത്രയോടൊപ്പം ആര് യാത്ര ചെയ്യുന്നു? പിതാവ് അല്ലെങ്കിൽ മാതാവ് യാത്ര ചെയ്യാണ്. ഒരുമിച്ചുള്ള യാത്രയാണ്. അപ്പോൾ അവരെ തെറ്റുകാരായി ചിത്രീകരിക്കുകയല്ല, മറിച്ച് ഒരുമിച്ച് അവരെ കണ്ടെത്തുവാനുള്ള യാത്രയിൽ നാം പങ്കാളിത്തം വഹിക്കുകയാണ്. അതാണ് പേരന്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ജീവിത പങ്കാളി. ഞാൻ പ്രീമാറ്റർ കൗൺസിലിംഗ് എൻ്റെ ഒരു ഫോക്കസ് ഏരിയയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ജീവിത പങ്കാളി എന്ന വാക്കിനെ കുറിച്ച് എന്റെ മനസ്സിൽ വന്നൊരു വളരെ ശക്തമായ ഒരു ചിന്തയുണ്ട്. അത് നമ്മൾ നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം. വളരെ ആഴമുള്ളതാണ്. ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് പങ്കാളിത്തം വഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ പേരന്റിംഗ് എന്ന് പറയുന്ന മക്കളുടെ ജീവിതത്തിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് പങ്കാളിത്തം വഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നത്? എന്തുകൊണ്ട് നമുക്ക് അവരോടൊപ്പം യാത്ര ചെയ്തുകൂടാ? എന്തുകൊണ്ട് അവരുടെ നഷ്ടങ്ങൾ അവരോടൊപ്പം നമുക്ക് ഷെയർ ചെയ്തുകൂടാ? അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ എന്തറിയോ? രണ്ടുപേരോടെയായിട്ട് കണ്ടെത്തുന്നത് അവർ തിരുത്താൻ തയ്യാറാകും. അങ്ങനെയാണ് നമുക്കൊരു നല്ല അപ്പനായിട്ട് ഒരു അമ്മയായിട്ട് മാറുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നല്ല അപ്പൻ അമ്മ എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് നായകത്വം കൊടുക്കുക, അതുപോലെ പിന്നിൽ നിന്ന് പിന്തുണ കൊടുക്കുക, അതോടൊപ്പം കൂടെ യാത്ര ചെയ്യുക. കാരണം ബൈബിളിൽ യേശുവിനെ കാണുന്നത് യേശു ഒരു സഞ്ചരിക്കുന്ന ദൈവമാണ്, ഇല്ലേ? ശിഷ്യന്മാരോടൊപ്പം കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നവരായിട്ട് മാറണം. അവരുടെ പരാജയങ്ങൾ, അവരുടെ നഷ്ടങ്ങളിലെ കുറ്റപ്പെടുത്തുന്നവരും ഒറ്റപ്പെടുത്തുന്നവരുമായിട്ടല്ല, മറിച്ച് അവരോടൊപ്പം സഞ്ചരിക്കുന്നവരായിട്ട് നാം മാറണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഗുണം നിങ്ങൾക്കറിയാമോ? ഒരു നല്ല മാതൃക നമ്മൾ വളർത്തുകയാണ്. അനുകരിക്കുവാൻ കൊള്ളാവുന്ന ഒരു മാതൃക, ഒരു മോഡൽ നമ്മുടെ വീട്ടിൽ വളർത്തുകയാണ്. പിന്നീട് നമ്മുടെ മക്കൾ കുടുംബസ്ഥരാകുമ്പോൾ ഈ മോഡലായിരിക്കും അവരെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നീട് അവരെ പ്രീമാറ്റർ കൗൺസിലിംഗിൽ വിടണം, ഇല്ലേലും. കാരണം അറിയാം, അവർ നല്ല മോഡൽ കണ്ടാണ് വളരുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, എല്ലാ പേരൻസും മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൂടെ എങ്ങനെ ഒരു കുടുംബജീവിതം പണിയണമെന്ന് നാം നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നാം മക്കളുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധങ്ങളിലൂടെ എങ്ങനെ ഒരു അപ്പനായിരിക്കണം, എങ്ങനെ അമ്മയായിരിക്കണമെന്ന് നാം അവരെ പഠിപ്പിക്കുകയാണ്. പിന്നീട് അവർ അവിടെ നിന്നായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. നല്ല സ്ക്രിപ്റ്റ് ആണ്, നല്ല തലയിൽ എഴുത്താണ് നമ്മൾ അവരുടെ തലയിൽ. അതാണ് തലയിൽ എഴുതുന്ന വാക്കിന്റെ അർത്ഥം. നല്ല എഴുത്തുകളാണ് അവരുടെ മനസ്സിലേക്ക് നമ്മൾ എഴുതുന്നത്. അത് മാത്രമല്ല, നമ്മൾക്ക് അവരുടെ മേലൊരു അധികാരമുള്ളവരായിരുന്നു, ആത്മീയ അധികാരം, ധാർമ്മിക അധികാരമുള്ളവരായിരുന്നു. ഇന്ന് അതാണ് പലപ്പോഴും മിസ്സാകുന്നത്. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ആ അധികാരം നഷ്ടപ്പെടുക. ആ അധികാരം നമുക്കുള്ളവരാകണം. നമ്മൾ ആരായിരിക്കണം? നമ്മൾ മോഡലായിരിക്കണം, അല്ലെ? ഒരു മോഡൽ ഫിഗറിന് മാത്രമേ മക്കളുടെ മേൽ ഒരു ധാർമ്മിക ആത്മീയ അധികാരമുള്ളവരായി മാറാൻ കഴിയും. അധികാരം, ഞാൻ അധികാരം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കമാൻഡ് ചെയ്യാൻ വേണ്ടിയല്ല, മാത്രമല്ല നാളെ ആ അധികാരത്തിന്റെ ജീവിതം അവരെ സ്വാധീനിക്കും. ഇവിടെ ഞാൻ യോശുവയുടെ ഒരു വാക്ക്, നമുക്ക് വളരെ സുപരിചിതമുള്ള ഒരു വാക്യമുണ്ടല്ലോ, മക്കളുടെ മേലും കൊച്ചുമക്കളുടെ മേലും പ്രകടമായ ആത്മീയ അധികാരമുള്ള വ്യക്തി പറയുന്ന കാര്യമുണ്ട്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കാരണം അറിയാമോ, ഒരായുസ് മുഴുവനും ജീവിതത്തെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നിർത്തി. ദൈവം പറഞ്ഞതാണ്, അങ്ങനെ നിർത്തി. അതുകൊണ്ട് അറിയാമോ, കുടുംബത്തിന്റെ മേൽ അധികാരമുള്ളവനായിട്ട് നീ മാറും. പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്, ഈ സന്ദേശം എനിക്കുള്ളതാണ്. ഞാനൊരു ഫാദറാണ്. ഞാൻ ഓർപ്പിച്ചത്, എനിക്ക് രണ്ട് മക്കളും. ഓക്കെ, നാം ഒരു ഫാദർ എന്ന നിലയിൽ, ഒരു മദർ എന്ന നിലയിൽ, ഒരു വലിയപ്പച്ചൻ എന്ന നിലയിൽ, ഒരു വലിയമ്മച്ചി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, വളരെ ത്യാഗത്തോടും സമർപ്പണത്തോടും നാം ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മേൽ അധികാരമുള്ളവരായിട്ട് നാം മാറും. ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ചിലപ്പോൾ പിന്നീട് മറന്നുപോയാലോ. എല്ലാ സൈക്കോളജിക്കൽ ടൂൾസിനെക്കാട്ടും അതിനൊക്കെ അതിന്റെ വരെയുണ്ട്, 100% ഞാൻ അടിവരായിട്ട് അംഗീകരിക്കും. അതുപോലെ ഒരു വലിയ ടൂൾ ഞാൻ പറയട്ടെ, മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒരപ്പനും അമ്മയും മക്കളുടെ സമ്പത്താണെന്ന് എല്ലാ അപ്പനും അമ്മയും എക്കാലവും തിരിച്ചറിയണം.
അതിനെ ഞാൻ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. ഏറ്റവും വലിയ വിലയാണ് ഞാൻ അതിൽ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു മേഖലയിലേക്ക് ഞാൻ പോവുകയാണ്. നമ്മുടെ വീട് ഒരു കൗൺസിലിംഗ് സെന്റർ ആയിട്ട് മാറും. ഓക്കെ, പണ്ട് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ ചിന്തിക്കുന്ന ഏതോ മാനസിക പ്രശ്നമുള്ളവർക്ക്. അങ്ങനെയല്ല പ്രിയരെ, മാനസിക പ്രശ്നങ്ങളുള്ളവർക്കല്ല കൗൺസിലിംഗ്. പിന്നെയോ വളരെ നോർമലായിട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് കൂടുതൽ ആരോഗ്യപരമായി ജീവിക്കുവാൻ അവിടെ യാത്രയിൽ നൽകുന്ന ചില ഗൈഡൻസ് ആണ് കൗൺസിലിംഗിലൂടെ. ഓക്കെ, അത് മനുഷ്യനെങ്കിൽ അവന്റെ ഗ്രോത്ത്, വളർച്ച മുരടിക്കുമ്പോഴാണ് ആവശ്യം. എന്നാൽ കെയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പീപ്പിൾ നീഡ് കെയർ ത്രൂ ഔട്ട് ദെയർ ലൈഫ്സ്, ഫ്രം ക്രാഡിൽ ടു ഗ്രേവ്. ഓക്കെ, അവന്റെ ജന്മസ്ഥലം മുതൽ അവസാനം വരെ അവന് കെയർ, സ്നേഹം വേണം, കരുതൽ വേണം. പക്ഷെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവന്റെ ഗ്രോത്ത് മുരടിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൗൺസിലിംഗ് ആവശ്യമാണ്. ഓക്കെ, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈക്കൊരു മുറിവുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു കുറഞ്ഞ പക്ഷെ ഒരു TT എങ്കിലും എടുക്കും, ഒരു മെഡിക്കൽ എയ്ഡ് നമ്മൾ എടുക്കും, മെഡിക്കൽ സപ്പോർട്ട് എടുക്കും. പക്ഷെ മനസ്സിന്റെ മുറിവോ എല്ലാം നമ്മൾ അടിച്ചമർത്തി നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒതുക്കി സ്വയം ചുരുങ്ങാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലിന്റെ അരികിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ അരികിൽ ഹൃദയം തുറക്കാൻ നല്ലതാണ്. അതിലൂടെ നമുക്കൊരു ഇമോഷണൽ റിലീഫ് കിട്ടും. ഒരു നല്ല ഫ്രണ്ട് ആകാം, നല്ലൊരു പാസ്റ്റർ ആകാം, അത് നല്ലൊരു സൺഡേ സ്കൂൾ ടീച്ചർ ആകാം. ആരാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ട്രസ്റ്റ് ചെയ്യുന്നവരായിരിക്കും മാത്രമേ പറയാവൂ. ഓക്കെ, കൗൺസിലിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. ഓക്കെ, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കും. ഞങ്ങളുടെ അരികിൽ എത്രയോ ആളുകൾ വന്ന് അവരുടെ ജീവിതത്തിന്റെ ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രൈവറ്റ് ഹെൽത്ത്, അവരുടെ സ്വകാര്യ ജീവിതത്തിന് നരകങ്ങൾ നമ്മളോട് പറയാറുണ്ട്. അതിന്റെയൊക്കെ നമ്മൾ മനസ്സ് സൂക്ഷിച്ച് ലോക്ക് ചെയ്യാൻ ഒരു കോർവേജിന്റെ താക്കോൽ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല പാസ്റ്ററായിട്ടും ഒരു നല്ല ടീച്ചറായിട്ടും ഒക്കെ വളരുവാനും ഞാൻ പ്രിയപ്പെട്ടവരെ, ഒരു ഫാദറായും മദറായി വളരുവാനും ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട് ഒരു കൗൺസിലിംഗ് സെന്റർ ആയിട്ട് മാറ്റുവാൻ കഴിയും. ശ്രദ്ധിക്കുക, മക്കൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടി, നല്ലൊരു ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥന, ഞാൻ പറയുന്നു, നല്ല പേരന്റിങ്ങിന്റെ ഭാഗം. നമ്മളൊരു +2 കഴിയുമ്പോൾ മാത്രമല്ല കോഴ്സ് നമ്മൾ തേടേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങള് പഠിക്കുന്ന സമയത്ത് തന്നെ കർത്താവെ +2 കഴിഞ്ഞിട്ടൊരു നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുവാനും ക്ലിയർ ഗൈഡൻസിലേക്ക് നയിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, നല്ല ഒരു ജീവിത പങ്കാളി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് ഫിറ്റായിട്ട്, അവർക്ക് സൂട്ടായിട്ടുള്ള, അതാണ് നല്ല ജീവിത പങ്കാളി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർക്ക് ഇണങ്ങുന്ന, അവർക്ക് ചേരുന്ന, അവരുടെ ജീവിതയാത്രയ്ക്ക് പങ്കാളിത്തം വഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ അവർക്ക് കഴിയണമേ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ഒരു 10th ഒക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു +1 +2 ഒക്കെ ആകുമ്പോഴേ ഈ ദിശാബോധം നമ്മൾ അവരിലേക്ക് കൈമാറുകയും ചെയ്യണം. അതും നമ്മുടെ ഒരു വലിയ ദൗത്യമാണ്. നമ്മൾ എത്ര നാൾ ഇതെല്ലാം കൂടെ ചുമക്കുന്നത്? എല്ലാ ഭാരവും നമുക്ക് ചുമക്കാൻ പറ്റത്തില്ല. ഇന്നൊക്കെ നമുക്ക് ചുമടുതാങ്ങികളില്ല, ഇറക്കി വെക്കാൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാമോ, മക്കളുടെ വളർച്ചയിൽ അവർക്ക് ചുമക്കുവാൻ കഴിയുന്ന ചുമടുകൾ അവരെ കൊണ്ട് എടുപ്പിക്കണം. ഞാൻ അത് പിന്നീട് ഒരു ഭാഗത്ത് ഞാൻ അത് പറഞ്ഞുകൊള്ളാം. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ വീട്ടിൽ നമുക്ക് നടത്തണം. പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ എല്ലാ പേരൻസിനോടും ഞാൻ പറയുന്നു, ഇതെന്റെ ഒരു വലിയ റിക്വസ്റ്റ് ആണ്. എല്ലാ പേരൻസും മക്കൾക്കൊരു പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ നടത്തണം. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന വാക്ക് ഞാൻ പറഞ്ഞില്ല, പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ. ആ പ്രീ മാരിറ്റൽ പ്രിപ്പറേഷനോട് വളർന്ന കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടോ എൻഗേജ്മെന്റ് തൊട്ട് മുൻപോ നടത്തുന്ന ഒരു കാര്യമാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. അപ്പൊ അങ്ങനെയാണെങ്കിലാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എഫക്റ്റീവായിട്ട് മാറുന്നത്. അല്ലാതെ എങ്ങനെയും ജീവിച്ചിട്ട് ഒരു കല്യാണമൊക്കെ തട്ടിക്കൂട്ടിട്ട് അവസാന സമയത്ത് കതിരെ കൊണ്ട് വളം വെച്ച് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ പേരൻസിനോടും പറയുന്നു, ഒരു പക്ഷെ അത് നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല, ഒരു പ്രൊഫഷണൽ കൗൺസിലർക്ക് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ളതായ എത്ര ഡിവൈസുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാ പേരൻസിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കാരണം ഈ നിയോഗം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പകരം ചെയ്യാൻ മറ്റാരുമില്ല,
ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. പ്രീമാറ്റ പ്രിപ്പറേഷൻ എന്ന വാക്കുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പ്രീമാറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾ സെക്ഷുവാലിറ്റിയെ കുറിച്ച് നടത്തുന്ന ചില പഠിപ്പിക്കലുകളാണ്. അവിടെ പ്രധാനമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ ഒരു ആഹ്വാനം അതിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഓക്കെ, ആ ശരീരത്തിന്മേൽ ആവശ്യമില്ലാത്ത ഒരു ടച്ച്, ഒരു സ്പർശനം മറ്റുള്ള ഭാഗത്ത് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മുടെ സംസ്കാരത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളും തുറന്ന് പറയുന്ന ലജ്ജയുണ്ട്. എന്നാൽ മാറി വരികയാണ്. ഞാൻ പറയട്ടെ, എല്ലാ പേരൻസും എല്ലാ അമ്മമാരും പെൺമക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എല്ലാ അപ്പന്മാരും ആൺമക്കളോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയെങ്കിൽ അമ്മ ആരായിരിക്കണം? പെൺമക്കൾക്ക് ഒരു മൂത്ത ചേച്ചിയായിരിക്കണം. അപ്പൻ ആരായിരിക്കണം? ആൺമക്കൾക്ക് ഒരു ഫ്രണ്ട് ആയിരിക്കണം, ഒരു മൂത്ത ജ്യേഷ്ഠനായിരിക്കണം. അതുപോലെ മനസ്സിനെ പരിപാവനമായി സൂക്ഷിക്കുവാൻ പറഞ്ഞു കൊടുക്കണം. മനസ്സിനെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ പറഞ്ഞു കൊടുക്കണം. ആത്മാവ് കളങ്കപ്പെടാതെ ആത്മാവിനെ സൂക്ഷിക്കുവാൻ, എന്നൊക്കെ സമഗ്ര തലങ്ങളെയും വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു വലിയ കടപ്പാട് പേരൻസിനുണ്ട്. ഒരു പക്ഷെ നമ്മുടെ സൺഡേ സ്കൂളിലെ സിലബസിലോ മറ്റുള്ള സിലബസിലോ ഇത് കാണണമെന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെ സിലബസിൽ ഉണ്ടായിരിക്കണം. പണ്ടൊക്കെ അങ്ങനെ സ്കൂളില് നമ്മുടെ വീട്ടില് മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾ അറിയേണ്ട ധാർമ്മിക പാഠങ്ങൾ പഠിപ്പിക്കാൻ അപ്പനും അമ്മയ്ക്കും സമയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വല്യപ്പച്ചനും വല്യപ്പച്ചിയും ഉണ്ടായിരുന്നു. അതോടൊപ്പം പഠിപ്പിക്കുവാനുള്ള ധാർമ്മിക അധികാരം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കോണ്ടക്സ്റ്റ് അറിയാം. ഇന്നത്തെ കോണ്ടക്സ്റ്റ് രണ്ടുപേരും ജോലി ചെയ്യുകയാണ്. 2 എഞ്ചിൻ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിന് തീരത്തെത്താൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ കർത്താവിന്റെ കർമ്മത്തിൽ ഏകദേശം 60 പേരെയോളം എനിക്കൊരു പ്രീമാറ്റൽ കൗൺസിലിംഗ് ചെയ്യുവാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. പ്രീമാറ്റൽ സെമിനാർ അല്ല, ഈ കൗൺസിലിങ്ങിന് വന്ന 99.5% ആൾക്കാരെ ഞാൻ നോക്കിയപ്പോൾ 2 പേരും ജോലിക്കാരാണ്. 1 or 2 പേര് മാത്രമേ ഉള്ളൂ ജോലി ഇല്ലാത്തവർ. 2 പേരും ജോലി ചെയ്യാത്തവർ. അപ്പോൾ മനസ്സിലാക്കണം, 2 പേരും ജോലി ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷത്തില് മക്കൾക്ക് സമയം കൊടുക്കുവാനും അവർക്ക് ഇതുപോലെ ധാർമ്മിക പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് സമയം ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടായിരിക്കും ഇന്ന് സ്കൂൾ സിലബസില് മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു പാഠം തന്നെ ഉണ്ട്. സിലബസ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് വീട്ടിൽ പഠിപ്പിച്ച കാര്യമാണ്, വീട്ടിലെ സിലബസിന്റെ ഭാഗമായിരുന്നു. അന്ന് പഠിപ്പിക്കാൻ വല്യപ്പച്ചനുണ്ടായിരുന്നു, വല്യമ്മച്ചി ഉണ്ടായിരുന്നു, പഠിപ്പിക്കാൻ ധാർമ്മികത ഉള്ളവരുണ്ടായിരുന്നു, പഠിപ്പിക്കാൻ സമയം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സമയവും കുറവാണ്, ധാർമ്മികമുള്ളവരും കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പേരൻസ് എന്ത് ചെയ്യണം? ഈ ധാർമ്മിക പാഠങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പ്രീമാറ്റൽ കൗൺസിലിംഗിൽ ഈ ഒരു കാര്യമാണ് പ്രധാനമായി സൂചിപ്പിക്കുന്നത്. രണ്ടാമത്, ഓപ്പോസിറ്റ് ജെൻഡറിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ ലിംഗത്തിൽപ്പെട്ടവരെ, അത് ആൺകുട്ടികൾ പറയുമ്പോൾ പെൺകുട്ടികളെയാണ്, അവരെ ബഹുമാനിക്കുവാൻ, അവരോട് ആരോഗ്യപരമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അവരെ ബഹുമാനിക്കണം, ആരോഗ്യപരമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കേരളത്തിലെ പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾ ചില ആഴ്ചകൾക്ക് മുൻപ് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കാണുന്നവരാണ്. അപ്പോൾ ആരോഗ്യപരമായ ബന്ധങ്ങളുടെ അടിത്തറ കുടുംബത്തിൽ നാം ഇട്ടുകൊടുക്കണം. ഇനി മൂന്നാമതായിട്ട്, ചതിക്കുഴികളിൽ വീഴാതെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് ഇന്ന് ഓൺലൈൻ എഡ്യൂക്കേഷന്റെ ഒരു കാലമാണല്ലോ. ചിലയിടങ്ങളിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ കെമിസ്ട്രി പുസ്തകത്തിലും പൂമ്പാറ്റയും ബാലരമയൊക്കെ മറച്ചു വെച്ച് വായിക്കുന്ന രീതി ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അതൊക്കെ മാറി. ഞാൻ ഒരു സെമിനാരിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം 2 വർഷത്തിന് മുമ്പ് ഞങ്ങള് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, മൊബൈൽ കൊടുക്കാറുണ്ടായിരുന്നു. കാരണം കരുതലിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തു മാറ്റിയതാണ്. സെമിനാറുകളിൽ മാത്രമല്ല, പല സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെ. മിക്ക സ്ഥാപനങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ കൊടുക്കാറുള്ളൂ. കരുതലിന്റെ ഭാഗമായി നമ്മൾ എടുത്തു മാറ്റി. ഇന്ന് അതേ കരുതലിന്റെ ഭാഗമായിട്ട് എടുത്തു മാറ്റിയതല്ലേ എന്ത് ചെയ്യാണ്, നമ്മൾ തിരികെ കൊടുക്കുകയാണ്. അവിടെ നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം. വളരെ വിജിലന്റ് ആയിരിക്കണം. അപ്പോൾ അവിടെയാണ് പറഞ്ഞുകൊണ്ടത്, ചതിക്കുഴികളിൽ വീണു പോകാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാൻ എന്ത് ചെയ്യണം? നമ്മൾ
പറഞ്ഞു കൊടുക്കണം, അവരെ സജ്ജരാക്കണം. ഈ 4, ലൈംഗികതയെ പറ്റിയുള്ളതായ അവരുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണം. ന്യായമായ ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കണം. നീ ഇതിപ്പോ ഒന്നും അറിയണ്ട, നീ ഇപ്പൊ ഒന്നും അറിയാറായില്ല. അവരുടെ പ്രായത്തിന് അനുയോജ്യമായ മറുപടി അവർ മനസ്സിലാകേണ്ടുന്ന നിലയിൽ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ചില നാൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സെമിനാറിൽ സംബന്ധിച്ചപ്പോൾ ഫീഡ്ബാക്കിന് അവസരം കൊടുത്തപ്പോൾ പഴയ തലമുറയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 45 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞ 25 വയസ്സ് വരെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ എനിക്ക് ജന്മം തന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് അമ്മ എന്നെ പ്രസവിച്ചത് വായിലൂടെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് ന്യായമായ ചോദ്യങ്ങൾ നാം ചോദിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? അവരുടെ ചോദ്യങ്ങൾക്ക് ന്യായമായ മറുപടി പറഞ്ഞു കൊടുക്കും. ഇനി ആ മേഖലയിൽ നമ്മൾ അത്ര എക്സ്പെർട്ട് അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളതായ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ വികലമായ അറിവുകൾ തേടിപ്പോകും. അതവരെന്ത് ചെയ്യും? വലിയ ചതിക്കുഴി എത്തിക്കും. കാരണം വീട്ടിൽ സോൾവ് ചെയ്യപ്പെടില്ല. വീട്ടിൽ സോൾവ് ചെയ്യപ്പെടാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യും? കൂട്ടുകാരോട് പോയി സോൾവ് ചെയ്യുക സാധ്യമാണ്. നമുക്കറിയുന്നെങ്കിൽ ഈ സയൻസ് പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നല്ല അറിവുകൾ 6ഉം 7ഉം 8ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ 18ാമത്തെ വയസ്സിൽ 20ാമത്തെ വയസ്സിൽ ചിന്തിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നു എന്നുള്ളതായ അറിവ് നമ്മൾ ഒരിക്കലും നമുക്ക് ഇല്ലാതെയാകല്ല, നമ്മളത് മനസ്സിലാക്കി. ഓക്കെ, അവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇനി അവസാനമായിട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ സംസ്കാരം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യുന്നത് വിമുഖത കാണിക്കുന്നെങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച മനസ്സിലാക്കിക്കൊണ്ട് അവരായിരിക്കുന്ന കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്കുള്ളതായ വ്യക്തമായ കൃത്യതയുള്ളതായ മറുപടികൾ അവർ മനസ്സിലാകുന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കും. അവസാനമായിട്ട് ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നാം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോൾ ദൈവഹിത പ്രകാരമുള്ള തെരഞ്ഞെടുപ്പിന് അവർക്ക് ബുദ്ധി ഉപദേശിക്കാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടം വരുന്ന തെരഞ്ഞെടുപ്പുകളല്ല, ദൈവഹിത പ്രകാരം തെരഞ്ഞെടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? കോച്ച് ചെയ്യണം. ഇതാണ് ഞാൻ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ഒരപ്പനെന്ന നിലയിൽ അമ്മയെന്ന നിലയിൽ എന്നെക്കാട്ട് വളരെ പ്രായമുള്ളവർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ അനുഭവ സമ്പത്ത് വളരെ വലുതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർജിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ വളർത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. നിർബന്ധമായി എല്ലാ പേരൻസിനോട് ഞാൻ പറയുന്നു, നിർബന്ധമായി നിങ്ങൾ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയച്ചിരിക്കണം. കാരണം വിവാഹം എന്നുള്ളത് ഒരു ആജീവനാന്ത സഹിതമാണ്. ആജീവനാന്ത സഹിതം. ഒരാൾ 25 വർഷം മുതൽ 60 വർഷം വരെ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര വർഷം? 35 വർഷമാണ് ജോലി ചെയ്യുന്നത്. ഈ 35 വർഷത്തെ ജോലിക്ക് വേണ്ടി ഒരാൾ എത്ര വർഷമാണ് പഠിക്കുന്നത്? നമ്മൾ പറയും വിദ്യ ആർജിക്കാനാണ്. അതൊക്കെ നമ്മൾ അവകാശപ്പെട്ടാലും ആത്യന്തികമായി ഒരു തൊഴിലിന് വേണ്ടിയാണ്. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വിദ്യ ഉണ്ടാകും, അതിനെ ഞാൻ ചെറുതായി കാണുന്നില്ല. പക്ഷെ ആത്യന്തികമായി നമ്മളെ കൊണ്ടെത്തിക്കുന്ന തൊഴിൽ മേഖലയിലേക്കാണ്. അങ്ങനെയെങ്കിൽ ആജീവനാന്ത സഹിതം എന്ന വിവാഹത്തിന് വേണ്ടി നമ്മള് എത്ര നാളത്തെ ഒരു ഒരുക്കം നടത്താറുണ്ട്? എന്തിനു പറയുന്ന ആ ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പണം നമ്മൾ ഒഴുക്കിയല്ലേ? എല്ലാത്തിനും ദൈവം ഒരു കടിഞ്ഞാണിട്ടു, ദൈവം പഠിപ്പിച്ചു. അതിലൊന്നും അല്ല കാര്യം. ഒരുക്കം ആവശ്യമുള്ളത് എന്താണെന്നറിയാമോ? ആ ദിവസത്തെ 4 മണിക്കൂറിനല്ല. നമ്മുടെ ലൈഫിലെ ഒരു യുണീക്ക് ഇവന്റ് ആണ്. അതിന് പ്രാധാന്യത വെട്ടിച്ചെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനും പ്രാധാന്യത തുടർന്നുള്ള യാത്രയ്ക്കാണ്. അതിനുവേണ്ടി ഒരു 3-4 മണിക്കൂർ ആ മേഖലയിൽ വൈദഗ്ധ്യം നേടിയ ഒരു വ്യക്തിയുടെ അരികിൽ നിർബന്ധമായിട്ടും പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് നിങ്ങൾ അയച്ചിരിക്കും. ചർച്ചിലെ പാസ്റ്റേഴ്സിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആ കാര്യം ഇനിഷ്യേറ്റീവ് എടുക്കണം. കാരണം ചിലപ്പോൾ വിശ്വാസ സമൂഹത്തിന് അത് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുടുംബത്തെ നമ്മൾ സഹായിക്കുക, ഒരു കുടുംബത്തെ ബിൽഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അരികിൽ ഈ 2 ആഴ്ചയിൽ 3 ഫാമിലീസ് വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു വ്യക്തി ഒരു റോമൻ കാത്തോലിക് പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, അപ്പോൾ ആ വ്യക്തിക്ക് ഒരു വഴികാട്ടുവാൻ, അവരുടെ കുടുംബജീവിതത്തിന് ചില മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിഞ്ഞത് ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വിവിധ നിലകളിൽ കർത്താവിന്റെ പേരിൽ പങ്കാളികളാകുവാൻ കഴിയുമെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കാൻ. ഇനി ഞാൻ അടുത്ത മേഖലയിലേക്ക് പെട്ടെന്ന് നിങ്ങളെ ശ്രദ്ധയിക്കൊണ്ടുവരും. ഇത് ശ്രദ്ധിക്കണമേ. ഈ നല്ലൊരു പേരന്റിങ് എന്ന് പറയുന്നത്, നല്ല അപ്പൻ അല്ലെങ്കിൽ നല്ലൊരു അമ്മ എന്ന് പറയുന്നത് സ്വന്തം കാലിൽ മക്കളെ നിൽക്കുവാൻ പ്രാപ്തരാക്കുന്നവരാണ്. സ്വന്തം കാലിൽ.
അതെല്ലാം പേരൻസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ചില പേരൻസ് അങ്ങനെ ചെയ്യാത്തവരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ അങ്ങനെ ചെയ്യാത്തവരാണ്, നമ്മൾ തിരുത്തണം. അതാണ് യഥാർത്ഥ പേരന്റിങ്. നമ്മുടെ കാലിൽ അവരെ നിർത്തുന്നതല്ല, മറിച്ച് അവരുടെ കാലിൽ അവരെ നിർത്തുന്നതാണ് യഥാർത്ഥ പേരന്റിങ് എന്നത്. നമുക്കറിയാം, 9 മാസമാണ് ഒരമ്മ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്നത്. പിന്നീട് കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പോൾ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുകയാണ്. അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതുവരെ അമ്മയിലൂടെ ശ്വസിച്ച കുഞ്ഞ് സ്വയമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ തുടങ്ങും, അമ്മയുടെ ഹെൽപ്പ് കൂടാതെ. അതുവരെ അമ്മയിലൂടെ ആഹാരം കഴിച്ച കുഞ്ഞ് മറ്റുള്ളവരുടെ സഹായത്തോടെ സ്വയം ആഹാരം കഴിക്കുവാൻ തുടങ്ങും. അമ്മയുടെ ഗർഭപാത്രത്തിലെ ടെമ്പറേച്ചർ അല്ല പുറത്തുള്ള ടെമ്പറേച്ചർ, കുറച്ച് സമയമെടുത്തിട്ട് ആ ടെമ്പറേച്ചറുമായിട്ട് പൊരുത്തപ്പെടുന്നു. കുഞ്ഞ് തുമ്മുന്നു ഒക്കെ. അതുപോലെ ഇതിനെക്കുറിച്ച് പറയുന്നത്, മനുഷ്യന്റെ ജീവിതയാത്രയിൽ ഇത്രമാത്രം സഡൻ ആയിട്ട് ഒരു ഷിഫ്റ്റ് പിന്നീട് ഒരിക്കലും ഉണ്ടാകുന്നു. കാരണം 9 മാസം ജീവിച്ച ലോകത്തെന്ന് അറിയാമോ, വേറെ ലോകത്തേക്ക് അവർ പിന്നീട് ജീവിതത്തിന് വളർച്ച കഴിഞ്ഞ് അമേരിക്കയിൽ പോയാലും കാനഡയിൽ പോയാലും യു എ പോയാലും ഇതുപോലെ ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ആ ഷിഫ്റ്റുമായിട്ട് അല്പം ഒരു ക്രൈസിസ് ഉണ്ടാകും, പിന്നെ ഇത് അഡാപ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, 9 മാസം ചുമന്ന കുഞ്ഞിനെ അമ്മ എന്ത് ചെയ്യണം? അമ്മ അംബ്ലിക്കോഡ് കട്ട് ചെയ്ത് ആ കുഞ്ഞിന്റെ വളർച്ച അമ്മ അനുവദിക്കുക. ഇപ്പോൾ ഒരു അമ്മ പറയുകയാണ്, ഞാൻ ഇത്രയും നാൾ ഈ കുഞ്ഞിനെ ചുമന്നതാണ്, ഞാൻ ഒരിക്കലും തയ്യാറാകത്തില്ലെന്ന് അമ്മ ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്ന കാര്യം കുഞ്ഞിന്റെ വളർച്ച അമ്മ തടയുകയാണ്, തടസ്സപ്പെടുത്തുകയാണ്. കുഞ്ഞിന്റെ വളർച്ചയെ അമ്മ എന്ത് ചെയ്യാണ്? ഇല്ലാതെയാക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മ ഈ കട്ടിങ്ങിലൂടെ കുഞ്ഞിനെ എന്ത് ചെയ്യാണ്? വളർത്തുക. ഇനിയും അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ദ ചൈൽഡ് ബിക്കം പാരസൈറ്റ്. ആ കുഞ്ഞിനെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നില്ലെങ്കിൽ അറിയാമോ, അമ്മ കൂടാതെ കുഞ്ഞിനെ ജീവിക്കാൻ പറ്റാതെ വരും. പിന്നീട് ആ കുഞ്ഞിന്റെ എന്ത് നമുക്കറിയാമല്ലോ, എന്തായി തീരുമെന്നുള്ളത്. ഓക്കെ, പക്ഷെ കട്ടിങ്ങിലൂടെ എന്ത് ചെയ്യാണ്? കുഞ്ഞിനെ സ്വന്തം കാലിൽ നിൽക്കുവാൻ അമ്മ അതിനുള്ളതായ ആ യാത്രയ്ക്ക് തുടക്കം ഇടുക. പിന്നീട് ഈ കുഞ്ഞ് വളരാൻ തുടങ്ങും. കുഞ്ഞിന്റെ വളർച്ചയെ അമ്മ ചിലപ്പോൾ അത് എടുക്കും. പക്ഷെ അമ്മ എന്നും എടുത്തുകൊണ്ടിരിക്കുകയില്ല. 9 മാസം ചുമന്ന അമ്മ ഒരു 9 മണിക്കൂർ പോലും ഇതിലും ഒരുമിച്ചെടുക്കുക സാധാരണ എടുക്കാറില്ല. അമ്മ താഴെ നിർത്തും. പിന്നെ കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ കൈക്ക് പിടിച്ച് നടക്കും. പിന്നീട് അത് കയ്യിൽ നിന്ന് വിടും. അപ്പൊ ഇതുവഴി എല്ലാം അമ്മ ചെയ്യുന്നത്, ഈ ചുമന്ന കുഞ്ഞിനെ, എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞിനെ, കരം പിടിച്ച് നടത്തിയ കുഞ്ഞിനെ സ്വന്തം കാലിൽ നിൽക്കുവാൻ അമ്മ അനുവദിക്കുക. ഓർക്കണമേ, ഒരു വലിയ യാഥാർത്ഥ്യം ഇതാണ്. ഇപ്പോൾ എടുത്തുകൊണ്ട് നടന്നതുപോലെ, ചുമന്നതുപോലെ കുഞ്ഞ് സ്വന്തം കാലിൽ ഒറ്റയ്ക്ക് നടക്കാൻ അനുവദിക്കുമ്പോഴും അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് പങ്കാളിത്തം വഹിക്കുക. അതിന് നമുക്ക് കഴിയണം. ചില അമ്മമാരുണ്ട്, 5ൽ പഠിക്കുന്ന, 6ൽ പഠിക്കുന്ന, 7ൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആഹാരം വാരി കൊടുക്കാറുണ്ട്. സ്നേഹമുള്ളപ്പോൾ വല്ലപ്പോൾ വാരി കൊടുത്ത സ്നേഹത്തിന്റെ പ്രകടനമാണ്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിക്ക് ഇപ്പോഴും യൂണിഫോം തയ്ച്ചു കൊടുക്കുകയാണ്, നമ്മൾ അവരുടെ ഇനീഷ്യേറ്റീവുകളെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? അവരുടെ വളർച്ചയെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്. നാം വാസ്തവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ കാലിൽ നിൽക്കുവാൻ, അവർ വളരുവാൻ നമ്മൾ അനുവദിക്കണം. നമ്മുടെ പേരൻസിന്റെ ഒരു വലിയ സ്നേഹം കൊണ്ടും ചിലപ്പോൾ പേരന്റൽ ആങ്സൈറ്റി കൊണ്ടും, ഉത്കണ്ഠ കൊണ്ടും അറിയാമോ, നമ്മൾ അതിര് കടന്നു ചെയ്യും അവരെ കൊണ്ട് നടക്കുമ്പോൾ അവരെ വളർത്തുവാൻ കഴിയാതെ. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും നാം അവരിലേക്ക് ഒരു ഉത്തരവാദിത്വം കൈമാറുവാൻ നമുക്ക് കഴിയണം. ഇനിയും അങ്ങനെ നാം കൈമാറുമ്പോൾ മറ്റൊരു കാര്യമാണ്, മക്കളുടെ വളർച്ചയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ മക്കളെ വളരുവാൻ പഠിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥ പേരന്റിങ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കല് ഒരു ഐ.ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന 33 വയസ്സുള്ള ഒരു വ്യക്തിയുമായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചു. അദ്ദേഹം വിവാഹിതനാണ്, അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇപ്പോഴും എൻ്റെ പിതാവ് എന്നെ ഒരു അപ്പനായിട്ട് കാണുന്നു, എന്നെ ഒരു ഭർത്താവായിട്ട് കാണുന്നത്, ഒരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് ഒരു IT പ്രൊഫഷണലായി മകനെ ട്രീറ്റ് ചെയ്യുന്നത്. വാസ്തവത്തിൽ എന്ത് പറ്റി? അപ്പന് പ്രായം ഉണ്ടായിരിക്കാം, പക്ഷെ എന്നറിയാമോ, ഈ മകന്റെ വളർച്ച ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ ഈ അപ്പന് കഴിയാതെ പോകും. നമ്മുടെ ഇടയിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ, അതിങ്ങനെയാണെന്ന് തോന്നുന്നു, തന്നോളമായാൽ താനെന്ന് കരുതുന്നു.
അപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്ന മാത്രമല്ല, മറിച്ച് അവർ ഒറ്റയ്ക്ക് നടക്കുവാൻ നമ്മൾ അനുവദിക്കുമ്പോൾ ഇത് അറിയുമോ, അവരുടെ വളർച്ചയിൽ നാം പങ്കാളിത്തം വഹിക്കുകയാണ്. അല്ലാതെ ചുമക്കുമ്പോൾ മാത്രമല്ല, സ്വന്തം കാലിൽ നിൽക്കുമ്പോഴും, സ്വന്തം കാലിൽ നടക്കുമ്പോൾ, സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും അവരുടെ വളർച്ചയിൽ നാം പങ്കാളിത്തം വഹിക്കുകയാണ്. ഇനിയും വേറെ ചിലരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, മക്കളുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കുകയും അവരുടെ തെരഞ്ഞെടുക്കുവാനുള്ളതായ ന്യായമായ സ്വാതന്ത്ര്യത്തിൽ പോലും കൈകടത്തുകയും ചെയ്യുന്ന ചില മാതാപിതാക്കളുണ്ട്. എന്തിനു പറയുന്നു? അവർ ഏത് കോഴ്സ് പഠിക്കണമെന്ന് പേരൻസ് ആയിരിക്കും തീരുമാനിക്കും. ആരെ കല്യാണം കഴിക്കും അതായിരിക്കും അവരുടെ തീരുമാനം. അത് തീരുമാനിക്കുന്ന പേരൻസ് ആയിരിക്കും. ഇവിടെ ഓർക്കണം, മക്കളുടെ ന്യായമായ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്മേൽ നമ്മൾ കൈ കടത്തരുത്. അങ്ങനെ കൈ കടത്തുമ്പോൾ ചിലപ്പോൾ പേടിച്ച് മക്കൾ മിണ്ടാതിരുന്നാലും അവരുടെ മനസ്സിൽ പേരൻസ് സീറോയാണ്. അവരുടെ തെരഞ്ഞെടുപ്പുകൾ തെറ്റാണെങ്കിൽ നാം ഇടപെടണം. മോനെ തെറ്റാണെന്ന് പറയണം. പക്ഷേ അവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ നമ്മൾ എന്ത് ചെയ്യല്ലേ, അതിന് കവിഞ്ഞ് നമ്മൾ കൈ കടക്കും. അപ്പോൾ വളർച്ചയ്ക്ക് അനുസൃതമായി അവരുടെ വ്യക്തിത്വം അംഗീകരിക്കുവാനും നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. പേരൻസിനോട് അറിയിക്കല്ല. ഒന്ന്, നിങ്ങൾ പിണങ്ങല്ല. ഒന്ന്, അവരുടെ ന്യായമായ സ്വാതന്ത്ര്യം നാം അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് മനുഷ്യാവകാശ ലംഘനമാണ്. ഇറ്റ് ഈസ് എ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. സെക്കൻഡ്ലി, അവരുള്ള ദൈവത്തിന്റെ സ്വരൂപത്തെയും സാദൃശ്യത്തെയും നമ്മൾ കാണാതെ പോവുക. 3, അവരുടെ വളർച്ചയെ നമ്മുടെ ഇടുങ്ങിയ കൂട്ടിനുള്ളിൽ നമ്മൾ അടയ്ക്കുകയാണ്, അല്ലെങ്കിൽ മുരടിപ്പിക്കുക. ഒരിക്കലും അങ്ങനെ ഉണ്ടാകല്ല, മറിച്ച് അവർ വളരുവാൻ നമ്മൾ അനുവദിക്കുന്നവരായിട്ട് മാറും. ഇനിയും അടുത്തൊരു മേഖലയിലേക്ക് ഞാൻ വരട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്കാണ് വരുന്നത്. എല്ലാ മേഖലകളും പ്രധാനപ്പെട്ടതാണ്, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല. ഭാഗസമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു. പേരൻസായ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾ നമ്മിൽ നിന്നും വിട്ടു പിരിയേണ്ടുന്നവരാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ അങ്ങനെ ഒന്ന് പാകപ്പെടുത്തും. എങ്ങനെ പാകപ്പെടുത്തുന്നില്ലെങ്കിൽ ചിലപ്പോൾ വിട്ടു പിരിയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിട്ട്, പ്രത്യേകിച്ച് പെൺമക്കൾക്ക് ഉള്ളവർ എന്ത് ചെയ്യാന്ന് അറിയാമോ, മനസ്സിനെ അങ്ങനെ ട്രെയിൻ ചെയ്യണം. മക്കളോട് പറയുന്നത് വിട്ടുപിരിയാൻ തയ്യാറാകണം. ഞാൻ പേരൻസിനോട് പറയട്ടെ, ബൈബിളിൽ ആ വാക്കില്ല, ഞാൻ പറയട്ടെ, നാം വിട്ടുകൊടുക്കാനും തയ്യാറാകണം. അപ്പം ചോദിച്ചേക്ക, സാറേ അങ്ങനെ പറയുന്നത് എന്താ? ഞങ്ങൾ വിട്ടുകൊടുക്കും. നമ്മൾ വിട്ടുകൊടുക്കും, പക്ഷെ അറിയാതെ അവരെ പ്രോസസ് ചെയ്യാറുണ്ട്. ഫാമിലി പ്രശ്നങ്ങൾ പലതും ഡീല് ചെയ്യുന്നതിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, എല്ലാത്തിലുമല്ല, ചില കുടുംബങ്ങളിൽ അപ്പന്റെയും അമ്മയുടെ അകാരണമായ കൈകടത്ത് മക്കളുടെ കുടുംബജീവിതത്തിന് ദോഷകരമായി തീരാറുണ്ട്. ഞാൻ അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. അതിന് ഉപയോഗിക്കുന്ന വാക്ക് നുഴഞ്ഞു കയറ്റം എന്ന വാക്ക്. നുഴഞ്ഞു കയറ്റം നമ്മൾ ഉപയോഗിക്കുന്ന തീവ്രവാദത്തുള്ള ബന്ധത്തിലാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, പേരൻസ് ആരും തീവ്രവാദികളാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, അവർ നമ്മുടെ മക്കളാണ്. ഓക്കെ, ഞാൻ മക്കള് പേരൻസിനോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് അവരോട് ഞാൻ പറയാറുണ്ട്. നിങ്ങളെ വിട്ടുപിരിഞ്ഞാൽ അവർ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയാറില്ല, എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് പേരൻസിന്റെ മാത്രം ഒരു മീറ്റിംഗ് ആയിരുന്നു. വ്യക്തമായിട്ട് ഞാൻ ഉറപ്പിക്കട്ടെ, ഒരിക്കലും മക്കളുടെ കുടുംബജീവിതത്തിലേക്ക് അവരുടെ ക്ഷണം കൂടാതെ, അവരുടെ ആവശ്യമില്ലാതെ, അവർ ക്ഷണിക്കാതെ നാം കയറി ചെന്ന് അവരുടെ വിഷയങ്ങൾക്ക് നമ്മളാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുവാൻ ശ്രമിക്കും. നുഴഞ്ഞ് കയറുക. അവര് നമ്മുടെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഇടപെടാം. പക്ഷേ അതല്ലാതെ ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അപ്പോൾ മക്കൾ വിട്ടുപിരിയാനും പേരൻസ് വിട്ടുകൊടുക്കുവാനും തയ്യാറാണ്. ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു, അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്ത ആരാണ്? അമ്മയല്ല കട്ട് ചെയ്തത്, കുഞ്ഞല്ല കട്ട് ചെയ്തത്. മൂന്നാമതൊരു പാർട്ടിയാണ് കട്ടിങ് നടത്തിയത്. ഡോക്ടറാകാം, നേഴ്സാകാം, ആ മേഖലയിൽ വൈദഗ്ധ്യം സിദ്ധിച്ച ഏത് വ്യക്തിയുമാകാം. പക്ഷെ കല്യാണം കഴിയുമ്പോൾ കട്ടിങ് നടത്തുന്ന ആരാണ്? മൂന്നാമതൊരു പാർട്ടിയല്ല. അത് അമ്മയുടെയും പേരൻസിന്റെയും മക്കളുടെ ഇടയിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. അതിന് രണ്ടുപേരും മൈൻഡ് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. പേരൻസ് വിട്ടുകൊടുക്കാനും മക്കളെ വിട്ടുപിരിയാനും തയ്യാറാകണം. ഓക്കെ, അതിനർത്ഥം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? നമുക്ക് നമ്മുടെ മക്കളുള്ള ബന്ധം രക്തബന്ധമാണ്. ആ രക്തബന്ധത്തിനേക്കാൾ ആഴവും പവിത്രവുമായ ബന്ധമാണ് കുടുംബജീവിതം. അപ്പോൾ ആഴവും പവിത്രമായ കുടുംബജീവിതത്തിന് വേണ്ടിയാണ് അവർ നമ്മളെ വിട്ടുപിരിയുന്നത്.
അത് ബൈബിൾ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയത്തിന് വേണ്ടി നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരുക്കുവാൻ കഴിയും. ഇനി ഞാൻ അടുത്തൊരു മേഖലയിലേക്ക് ഓടിച്ചു പോകട്ടെ. മാതാപിതാക്കൾ ഒരു നല്ല കേൾവിക്കാരായിട്ട് പോകും. അപ്പോൾ വീടെന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര വലുതോ എത്ര ചെറുതോ ആയിക്കൊള്ളട്ടെ, വീടെന്ന് പറയുന്നത് ചെന്ന് കയറുവാൻ ഒരിടം മാത്രമല്ല, വന്നു പറയുവാൻ ഒരിടം. അങ്ങനെ നമ്മുടെ മക്കൾ നമ്മളോട് വന്നു പറയണമെങ്കിൽ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന വാക്ക്, നാം നമ്മുടെ മക്കളിലേക്ക് ചെന്ന് കയറണം. ചെന്ന് കയറുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുമായിട്ട് നല്ല റാപ്പ് നമുക്കുണ്ടായിരിക്കും. അപ്പൊ നാം അവരുടെ മനസ്സിലേക്ക് ചെന്ന് കയറിയെങ്കിൽ മാത്രമേ അവർ നമ്മിലേക്ക് വന്നു പറയത്തുള്ളൂ. അവർ വീട്ടിലേക്ക് വന്നു കയറിയത് കൊണ്ട് ഒരിക്കലും പറയണമെന്നില്ല. മറിച്ച് എന്ത് ചെയ്യാം? നാം അവർ ഉള്ളിലേക്ക് നീണം ചെന്ന് കയറുന്നവരായിട്ട് മാറണം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യും? ഓപ്പണായിട്ട് നമ്മളോട് തുറന്നു, ഓപ്പണായിട്ട് സംസാരിക്കും. നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അപകടം, നമ്മൾ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇല്ലേ? നമ്മൾ പലപ്പോഴും ക്ഷമയോട് നമ്മൾ കേൾക്കാൻ തയ്യാറായിരുന്നു. പ്രിയരെ, നമ്മുടെ കുഞ്ഞുങ്ങള് പറയുന്ന ക്ഷമയോട് നമ്മൾ കേൾക്കാൻ തയ്യാറായത് അവർ ഓപ്പണാണ്. നമ്മൾ കേൾക്കുക. ആ കേൾവി തന്നെ ഒരു ഹീലിംഗ് ആണ്. അവരുടെ എല്ലാ കാര്യങ്ങളും പറയും. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന്റെ കൺഫ്യൂഷൻ പറയും. കുറെ കോവിഡ് കാലത്ത് അവരുടെ വെല്ലുവിളികൾ വന്ന് പറയും. കൂട്ടുകാരെ മിസ്സായതിനെ കുറിച്ച് പറയും. ഇനി ഒരാൾ അവരെ ഒന്ന് അകാരണമായി ശല്യപ്പെടുത്തുന്നെങ്കിൽ എന്ത് ചെയ്യും? അവർ വന്ന് പറയും. കൊച്ചിന് പ്രയാണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതും പറയും. അത്രമാത്രം നമ്മൾ ഫ്രണ്ടായിട്ട് മാറിയാൽ അവരെന്ത് ചെയ്യും? ഓപ്പണായിട്ട് പറയും. ആരും നടന്മാരായി നടിമാരായിട്ട് തീരത്തില്ല. അവർ ഓപ്പണായിട്ട് പറയും. കാരണം അവർക്കറിയാം ഈ വീട്ടിലെല്ലാം വന്ന് പറയാനുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ ഉപമയെ നമുക്കൊന്ന് എടുക്കാം. ആ വീടിന്റെ പ്രത്യേകത എന്താണ്? കുറച്ച് ജോലിക്കാരുള്ളതാണോ? ഒന്നുമല്ല. മറിച്ച് ആ വീടിന്റെ പ്രത്യേകത എല്ലാം വന്നു പറയുവാൻ ആ വീട്ടിൽ സ്പേസ് ഉണ്ട്. എന്തൊക്കെ പറയാം? ഇളയ മകന് പറയാം, തരാൻ പറയാം, എനിക്കുള്ളത് തരാൻ പറയാം. അത് നിയമത്തിന്റെ ഭാഷയാണ്. തരിക എന്നുള്ളത് ഇറ്റ്സ് എ ലീഗൽ ലാംഗ്വേജ്. നിയമത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ ആ വീട്ടിൽ സ്പേസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ സ്പേസ് ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ഒരു നിയമത്തിന്റെ ഭാഷയിൽ ഒന്ന് പറയാം, നമ്മളവരെ കോർണർ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ സ്പേസ് ഉണ്ടോ? നമ്മൾ തന്നെ ചോദിക്കുക. അതിന് ആ വീട്ടിൽ സ്പേസ് ഉണ്ടോ? ഇളയവൻ നിയമത്തിന്റെ ഭാഷ പറഞ്ഞപ്പോൾ മൂത്തവൻ പറയാണ് നിരാശയുടെ ഭാഷയാണ്. അപ്പൊ ഞാൻ നല്ലവനായി ജീവിക്കുകയാണ്, നീ എനിക്കൊന്നും തന്നില്ല. ആ വീടിന്റെ പ്രത്യേകത നിരാശയും പറയാം, നിയമവും പറയാം, നിരാശയും പറയാം. ഇനിയും പിന്നീട് ഇളയമകൻ പറയുന്നുണ്ട്, അപ്പം തന്നെല്ലാം നഷ്ടമാക്കി, നഷ്ടവും പറയാം, എല്ലാം പോയതും പറയാം. പ്രിയരെ, ഞാൻ ആ ഉപമയിലേക്ക് ആഴത്തിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് പറയാൻ ഇടമുണ്ടായി. തോൽവി, മാർക്ക് കുറഞ്ഞത്, അവരുടെ കൂട്ടുകാർ അവരെ കുറ്റപ്പെടുത്തിയത്, അവരുടെ നഷ്ടങ്ങൾ, അവരുടെ സ്ട്രഗിൾസ്, ആരുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയാത്ത സ്ട്രഗിൾസ് വീട്ടിൽ പറയാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ചിലരെപ്പോൾ നിയമപരമായിട്ട് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ തയ്യാറാകണം. നിരാശകൾ പറയുവാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ ഉപമയിലെ അപ്പനെ പോലെ നമ്മൾ ഒഴുകേണ്ടത് സ്നേഹം, ക്ഷമ, സഹനം, വീണ്ടെടുപ്പ്. ഈ ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വീട് ഒരു ദേവാലയമായി മാറുന്നു, ഒരു ദേവാലയമായി മാറുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഒത്തിരി പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഓരോ കുടുംബം, ഓരോ മുറികളിലൊക്കെ ചിലപ്പോൾ ആരാധന നടക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ എന്തറിയാമോ, അങ്ങനെ നമ്മുടെ വീടൊക്കെ ഒരു ദേവാലയമായി മാറണം. എല്ലാം വന്ന് തുറന്നു പറഞ്ഞ് അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ അമ്മ എന്ന കഥാപാത്രമില്ല. അവിടെ ഉള്ളത് അപ്പനും 2 മക്കളും കുറച്ച് ജോലിക്കാരുമാണ്. പക്ഷെ അമ്മയുടെ മിസ്സിങ് പോലെ ഫില്ല് ചെയ്യുന്ന സ്നേഹസമ്പന്നനായ അപ്പൻ, സഹനത്തിന്റെ പ്രതീകമായ അപ്പൻ, വീണ്ടെടുക്കുന്ന അപ്പൻ, ക്ഷമിക്കുന്ന അപ്പൻ. ഒരു കാര്യം മനസ്സിലാക്കണം പേരൻസ്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അസാന്നിധ്യം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഫില്ല് ചെയ്യണം. ഇനി സാന്നിധ്യം ഉണ്ടെങ്കിലും ചിലരൊക്കെ അത്ര അങ്ങോട്ട് പ്രവർത്തിക്കാത്തവരായിരിക്കും. ആളുണ്ടായിരിക്കാം, പക്ഷെ അവരിൽ നിന്നും ഒഴുകിയെത്താത്തതായ ആ നന്മയുടെ അംശം പോലും അത് തിരിച്ചറിഞ്ഞ് നമ്മിലൂടെ ഒഴുകി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുവാൻ, അങ്ങനെ അവരെ ദൈവരാജ്യത്തിലെ നല്ല പൗരന്മാരാക്കി മാറ്റുക. അങ്ങനെയെങ്കിൽ നമ്മളെ അവരെവിടെ പോയിരുന്നാലും നമുക്ക് ഷോക്കടിക്കേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും തീർച്ചയായിട്ടും
അവരുടെ വളർച്ച നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? എല്ലാം വന്നു പറയുവാൻ വീട്ടിൽ ഒരു ഇടം ഉണ്ടായിരിക്കും. എന്റെ സമയമനുസരിച്ച് ഇനി ഒരു 4 മിനിറ്റ് കൂടി ഉണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വാക്കുകൾ കൂടി അവസാനിപ്പിക്കും. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കേരളത്തിലെ ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ വർഷം കേരളത്തിലെ 7 ലക്ഷം വിദ്യാർത്ഥികൾക്ക്, അത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പഠന റിപ്പോർട്ടാണ്, 7 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നില്ല. ഈ വർഷം തുടക്കത്തിൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒത്തിരി മാറിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാവർക്കും ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഡിവൈസുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിലൊക്കെ നമ്മൾ സംതൃപ്തി അടയുന്നവരാണ്. നമ്മുടെ പേരന്റിങ് ആ മേഖലയിലൂടെ ഒന്ന് കടന്നു ചെല്ലണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, എനിക്ക് തോന്നുന്നു ഗൂഗിളിന്റെ പഠനമാണെന്ന് തോന്നുന്നു, എന്റെ അറിവ് ശരിയാണ്. അവരുടെ പഠനം അനുസരിച്ച് ഇന്റർനെറ്റ് മെറ്റീരിയൽസിന് 80% വിജ്ഞാനപ്രദമാണ്, അല്ലെങ്കിൽ വിജ്ഞാനം നൽകുന്നതാണ്, നന്മയിലേക്ക് നയിക്കുന്നതാണ്, ഉപയോഗപ്രദമാണ്. ഇനി 20% മെറ്റീരിയൽ തിന്മ നിറഞ്ഞതാണ്, അല്ലെങ്കിൽ തിന്മയിലേക്കുള്ളതായ വഴി വെട്ടി തുറക്കുന്നതാണ്. ഈ ഒരു വലിയ തിരിച്ചറിവ് എല്ലാ പേരൻസിനും ഉണ്ടാകും, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇനി ഞാൻ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കണം. ഈ തിരിച്ചറിവ് നമ്മളെ വലിയ കണ്ണു തുറപ്പിക്കുന്ന സത്യത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്താണെന്ന് അറിയാമോ? നിർഭാഗ്യവശാൽ 80% ആളുകൾ ഉപയോഗിക്കുന്നത് 20% തിന്മയുടെ അല്ലെങ്കിൽ തിന്മയിലേക്ക് നയിക്കുന്ന മെറ്റീരിയൽ. 20% ആളുകൾ മാത്രമേ നന്മ നിറഞ്ഞ നന്മയിലേക്ക് നയിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു വലിയ അപകട മേഖല, വാസ്തവത്തിൽ ഈ ഹോട്ട്സ്പോട്ട് ഇതാണ്. ഈ ഒരു ഹോട്ട്സ്പോട്ട് നമ്മുടെ വീടുകളൊക്കെ ഈ ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പേരൻസിന് ഒരു വലിയ ബോധ്യം ഇന്ന് വളരെ അത്യാവശ്യം. പഠനങ്ങൾ തെളിയിക്കുന്ന ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പോർണോഗ്രാഫിക് സൈറ്റുകൾ ഉപയോഗിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഒരു സംശയത്തിന്റെ കണ്ണുകളല്ല, ഒരു നിരീക്ഷണത്തിന്റെ കണ്ണുകൾ നമുക്ക് ആവശ്യം. ഒരു ഡിവൈസ് വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞില്ല. ഞാൻ പറയട്ടെ, അവിടെ ഉത്തരവാദിത്വം ആരംഭിക്കുകയാണ്. ഉത്തരവാദിത്തത്തിന് ഒന്നാമത്തെ പടി അവിടെ തുടങ്ങുകയാണ്. എന്തിനാണ് അറിയാമോ? അത് കഴിയുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് മക്കൾ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗിക്കുന്നത്? നമ്മൾ പറയും നമ്മൾ ജോലിക്ക് പോവാണ്, നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോവുകയാണ്. പക്ഷെ നമ്മൾ ഈ ചോദ്യം ചോദിക്കണം: എങ്ങനെയാണ് ഞാൻ മേടിച്ചു കൊടുത്ത ഈ ഡിവൈസ് അവർ ഉപയോഗിക്കുന്നത്? അവരെ ആരെയും പ്രതിക്കൂട്ടിലാക്കുവാനോ സംശയത്തോട് കാണുവാനോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ചോദ്യം നമ്മളോട് ചോദിക്കാൻ വേണ്ടി പറയും. 2, എപ്പോൾ എല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്? ഓൺലൈൻ എഡ്യൂക്കേഷൻ മാത്രമാണോ? അവർക്ക് ആവശ്യമുള്ള നെറ്റ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ? അതോ സർവ്വസമയവും ഈ ഡിവൈസ് ആണോ അവരുടെ കയ്യിൽ? 3, വളരെ പ്രസക്തമായ ചോദ്യം: എപ്പോഴും കൈ കിട്ടിയില്ലെങ്കിൽ, ഈ ഡിവൈസ് കൈ കിട്ടിയില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകാറുണ്ടോ? അവർ അസ്വസ്ഥരാകാറുണ്ടെങ്കിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് ആ സ്ഥിതിവിശേഷം പരിഗണിക്കണം. ഡിവൈസ് ലഭിക്കുന്നില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകുന്നെങ്കിൽ നാം ആ സ്ഥിതിവിശേഷത്തെ കണ്ണടച്ച് ഇരുട്ടാക്കണം. അവരേതെങ്കിലും തെറ്റായ ഗെയിമുകൾക്ക് അവർ അഡിക്റ്റ് ആണ്. അവർ ഏത് ഗെയിമാണ് കളിക്കുന്നത്? ഇത് നമ്മൾ സെർച്ച് ചെയ്യണം. നമ്മുടെ മക്കളുടെ ചാറ്റ് ഹിസ്റ്ററി നാം കാണാറുണ്ടോ? മക്കൾ നമ്മളെ കാണിക്കാൻ തയ്യാറാണോ? അപ്പോൾ ഞാൻ അവിടെ എങ്ങനെ അവസാനിപ്പിക്കുന്നു? ചുരുക്കത്തിൽ, ഈ COVID-19 വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ പേരന്റിങ് സമാനതകളില്ലാത്ത മറ്റു വെല്ലുവിളിയിലേക്ക് പോവുകയാണ്. അവിടെ സംശയത്തിന് നിഴലിലൂടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കോർണർ ചെയ്യുകയല്ല, പക്ഷെ നിരീക്ഷിച്ച് അവരോടൊപ്പം യാത്ര ചെയ്ത് എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് നിങ്ങൾക്ക് യോജിച്ചത്, എന്താണ് നിങ്ങൾക്ക് യോജിക്കാത്തത്, ഇത് പറഞ്ഞു കൊടുക്കുന്ന, ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്ത് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്ത യേശുക്രിസ്തുവിനെ പോലെ സത്യങ്ങൾ തെളിയിച്ചു കൊടുക്കുന്ന ഒരു കോ-ട്രാവലറായി മാറുവാൻ ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു പാസ്റ്റർ എന്ന നിലയിൽ നമ്മുടെ വിശ്വാസികൾക്ക് ഈ സത്യങ്ങൾ തെളിയിക്കുവാൻ
നമ്മളെ സമർപ്പിക്കാം. അതിന് കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ സമയം അനുവദിക്കുകയും ഈ പ്രോഗ്രാമിന് വേണ്ടി എന്നെ ക്ഷണിക്കുകയും ചെയ്ത UAE UPF-ന്റെ സംഘാടകർ എല്ലാവരോടും, എല്ലാ പാസ്റ്റേഴ്സിനോടും, പ്രത്യേകിച്ച് പാസ്റ്റർ കോശിയുമ്മനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓവർ ടു പാസ്റ്റർ കോശിയുമ്മ. ആർക്കെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം അല്ലെ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീനേജേഴ്സ് ഇവിടേക്ക് വരുന്ന ആ സമയത്തിനുള്ളിൽ ചോദിക്കാം. അവർ വരുമ്പോൾ സാർ അത് തന്മയത്വത്തോട് നിർത്തിക്കൊള്ളും. ആർക്കെങ്കിലും എന്തെങ്കിലും ഇടയ്ക്ക് 1-2 ചോദ്യങ്ങൾ വന്നു, അതിനുള്ള അവസരം ഉണ്ടോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഉള്ള പരിമിതമായ സമയത്തിനുള്ളിൽ ദേവദാസൻ അതിനുള്ള ഉത്തരവും നമുക്ക് തരും. ഒരു ചോദ്യം, സാമ്പത്തിക വിഷയങ്ങളിൽ മാതാപിതാക്കളുടെ, ഒരു സെക്കൻഡ്, സാമ്പത്തിക വിഷയങ്ങളിൽ മാതാപിതാക്കളുടെ കടമ കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. വരവ് ചെലവ് വിഷയങ്ങൾ കുട്ടികൾ അറിയണമോ? സാമ്പത്തിക അച്ചടക്കം നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെടും. ശരിയായ കണ്ടെത്തലാണ്. നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ പ്രായത്തിന് അനുയോജ്യമായി വീട്ടിൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മുടെ വരുമാനം അവർ അറിയണം. നമുക്ക് വരുമാനം കുറവാണെങ്കിൽ അവർക്ക് ഒത്തിരി വരുമാനം ഉണ്ടെന്ന് കാണിച്ച് ഒരു മൂഢസ്വർഗത്തിലേക്ക് അവരെ തള്ളിവിടണം. നമ്മുടെ കുടുംബത്തിന്റെ പച്ചയായ അനുഭവങ്ങൾ അറിഞ്ഞ് അവർ വളരുകയാണെങ്കിൽ പിന്നീട് അവരുടെ ജീവിതയാത്രയിൽ, ബൈബിൾ ഭാഷ പറഞ്ഞാൽ, കാറ്റടിച്ചാലും വൻമഴ ചൊരിഞ്ഞാലും അവർ പെട്ടെന്ന് താഴെ പോകത്തില്ല. കാരണം ആ വെല്ലുവിളിയിലൂടെ അവരെന്ത് ചെയ്യും? ദൃഢത പ്രാപിച്ചത്. നമ്മുടെയൊക്കെ പേരൻസിനെയൊക്കെ നമ്മുടെ കരുത്ത് അതായിരുന്നല്ലോ. നമ്മുടെ ഇല്ലായ്മകളൊക്കെ നമ്മുടെ കരുത്തായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഫ്രോയിഡ് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് അദ്ദേഹം പറയുന്നത് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ ഇങ്ങനെ പറയാൻ കഴിയും: നമ്മൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയരുത്. ഓക്കെ, അങ്ങനെ ആഗ്രഹിക്കുന്ന പല പേരൻസും. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അറിയേണ്ടതൊക്കെ അവരോട് അറിയിക്കണം. അറിയേണ്ടുന്ന വിധത്തിൽ അവരോട് പറഞ്ഞു. എപ്പോഴും അറിയിച്ചുകൊണ്ടിരുന്നാൽ ചെയ്യും, അവർക്ക് നമ്മളോട് ദേഷ്യം. അങ്ങനെ ഒരു പോരായ്മയുണ്ട്. പക്ഷെ അറിയേണ്ടുന്ന വിഷയങ്ങൾ അറിയേണ്ടുന്ന വിധത്തിൽ, അറിയേണ്ടുന്ന സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അവരോട് അറിയിച്ചു കൊടുക്കുക. കുടുംബങ്ങളുടെ പച്ചയായ അനുഭവങ്ങൾ അറിഞ്ഞ് നമ്മുടെ കുട്ടികൾ വളരുവാനുള്ളതായ ഒരു കുടുംബ സംവിധാനം എന്ന് പറയുന്നത് ആരോഗ്യപരമായ ഒരു കുടുംബത്തിന്റെ ലക്ഷണമാണ്. ഓക്കെ, ഇനിയും സാമ്പത്തികം ഒത്തിരി ഉള്ളവരോട് ഞാൻ പറയട്ടെ, അതിന്റെ ഒരു വ്യൂ ആണ്. ഒരു കൃത്രിമ സാമ്പത്തിക ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവര് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ഉള്ളവരായിട്ട് മാറ്റി, കുറച്ചുകൂടി കാര്യ ഗൗരവത്തോടുകൂടി, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി, ഓക്കെ, ഇത് പപ്പ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണമാണ്, പപ്പി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ്, ഇത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്, ഞങ്ങളുടെ ന്യായമ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഇത് ഒരു ലക്ഷറി ലൈഫിന് വേണ്ടി ഉള്ളതല്ലെന്നുള്ളതായ ഒരു കാര്യം നാം മോഡൽ ലൈഫിലൂടെ കാണിച്ചു കൊടുക്കുകയും, ഇമ്പോസ് ചെയ്യുന്നതിലുപരിയായിട്ട് നാം തന്നെ കാണിച്ചു കൊടുക്കുകയും നമ്മിലൂടെ അവർ കണ്ട് പഠിക്കുകയും ചെയ്യുന്നത് നല്ലതായിരുന്നു. ഓക്കെ, ഈ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ ഒരു സുതാര്യത എപ്പോഴും കുടുംബങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സ്രോതസ് ഹസ്ബൻഡും വൈഫും അവരുടെ ഇടയിൽ തന്നെ സുതാര്യത ഉണ്ടെങ്കിൽ മക്കൾക്കൊരു വലിയ ലെസൺ കൈമാറുകയാണ്. ഓക്കെ, അതുപോലെ എൻ്റെ ഒരു പേഴ്സണാലിറ്റി സജഷൻ എന്ന് പറയുന്നത്, ഒരു 10-18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മക്കളെ കൊണ്ടുകൂടെ എനിക്ക് ഒരു മകനിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. അവന്റെ പിതാവ് ചെയ്തൊരു കാര്യം, സാമ്പത്തികം അവനെ ഏൽപ്പിക്കും. എന്നിട്ട് അവനെ കൊണ്ട് എന്ത് ചെയ്യും? ചെലവ് നടത്താൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മകൻ ഒരിക്കലും അവന്റെ അനുഭവം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ കോച്ച് ചെയ്യുന്നതായ പേരന്റിങ് കുറച്ചുകൂടി എന്ത് ചെയ്യും? കാര്യഗൗരവത്തോട് ഉത്തരവാദിത്ത ബോധത്തോടെ ലഭിക്കുന്ന സമ്പത്തിനെ ഒരു നന്നായി വിനിമയം ചെയ്യുക. ഒരു വെൽ ഡിഫൈൻഡ് ഇക്കണോമിക് പോളിസിയുടെ ഉടമയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കുടുംബത്തിൽ അത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ ഭാഗമായിട്ട് മാറണം. താങ്ക് യു ഫോർ ദാറ്റ് വെരി വാല്യുബിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സമയം അവസാനിക്കുന്നതുകൊണ്ട് നമ്മുടെ സജി കെ പി സാറും ടീം ജോയിൻ ചെയ്തല്ലോ. അതുകൊണ്ട് ഞാൻ വാക്കുകൾ
ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ ഈ വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന ബ്രദർ ജെയിൻ ബി ജോൺ ചില വാക്കുകൾ നന്ദി സൂചകമായി നമ്മളോട് പറയും. അതിനനന്തരമായി പാസ്റ്റർ കുര്യാക്കോസ് KC, അദ്ദേഹം AG ബത്തേൽ ദുബേൽ ചർച്ചിന്റെ പാസ്റ്ററാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയും ബഹുമാനനായ ഡോക്ടർ KU മാത്യു അവர்கள் ആശീർവാദത്തോടെ നമ്മെ പറഞ്ഞയക്കുകയും ചെയ്യും. ആ സമയം അത്രയും നിങ്ങൾ ലീവ് ആകാതെ ഇതിൽ സഹകരിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.